ഇന്ന് നമുക്കൊരു അടിപൊളി കഥ കേട്ടാലോ? നമുക്കെല്ലാവർക്കും ഒരു കാട്ടിലൂടെ ഒരു ചെറിയ കാറിൽ യാത്ര ചെയ്താലോ? തുടക്കം മുതൽ അവസാനം വരെ നല്ല രസമായിട്ട് കേട്ടിരിക്കാൻ പറ്റിയ അടിപൊളി സ്റ്റോറിയാണ്. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ മണിക്കൂറുകൾ 70 കിലോമീറ്റർ വേഗത്തിൽ മാരുതി ആൾട്ടോ കാർ ഓടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെയിംസ് തൻ്റെ വാച്ചിൽ ഒരു നിമിഷം സമയം നോക്കി. രാത്രി 7 മണി. 6 മണിക്ക് മുമ്പ് തന്നെ കാട് കടക്കേണ്ടതായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്നും തിരിച്ചപ്പോൾ തന്നെ സമയം വൈകിയിരുന്നു. പോകാൻ തിടുക്കമുണ്ട്. രാത്രിക്ക് മുന്നേ വീട്ടിലെത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ടും ജെയിംസിൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ അതൊന്നും വില പോയില്ല. വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ കൂട്ടുകാരുമൊത്തുള്ള ഒരു ഒത്തുകൂടലാണ് ഇന്ന് നടന്നത്. ബാംഗ്ലൂരിലെ നഴ്സിംഗ് കോളേജിൽ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ. അതിൽ അവരുടെ ഗ്യാങ്ങിലുള്ള ഒരു കൂട്ടുകാരൻ്റെ പൊള്ളാച്ചിക്കടുത്തുള്ള പൂക്കളുടെ കൃഷിയോട് ചേർന്നുള്ള ഫാം ഹൗസിലാണ് അവർ ഒരുമിച്ച് കൂടിയത്. ഇന്ന് ഈ പരിപാടിക്ക് പോകാൻ ഭാര്യയുടെ അടുക്കൽ നിന്നും ജെയിംസിന് അനുവാദം ലഭിച്ചത് തന്നെ പല അടവുകളും പയറ്റിയിട്ടാണ്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജെയിംസ് ഇല്ലെങ്കിൽ വീട്ടുജോലിയോടൊപ്പം 10 വയസ്സുള്ള പിടിമിടിക്കുകയും അതോടൊപ്പം കുസൃതിയുമായ അവരുടെ മകളെയും അവൾ ശ്രദ്ധിക്കണം. ടൗണിലുള്ള ഹൈ റേഞ്ച് മെഡിക്കൽ സെൻ്ററിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് ജെയിംസ് മൂന്നാർ ഓൾഡ് ടൗണിലുള്ള അവരുടെ വീട്ടിലെത്തിയാൽ പിന്നെ അവൻ മകളുടെ കൂടെയുള്ളത് സ്റ്റെഫിക്കൊരു വലിയ ആശ്വാസമാണ്. സ്റ്റെഫിയും നേഴ്സായിരുന്നെങ്കിലും മകൾ ഹന്ന ഉണ്ടായതിനു ശേഷം അവൾ ജോലിക്ക് പോയിട്ടില്ല. ഇന്ന് കൃത്യസമയത്തിന് യാത്ര തിരിച്ചു. സമയത്തിന് കാട് കയറി ഇറങ്ങി നേരത്തെ തന്നെ വീട്ടിലെത്താമെന്ന ഉറപ്പിലാണ് സ്റ്റെഫി ജെയിംസിനെ പോകാൻ അനുവദിച്ചത്. കാരണം അടുത്ത ദിവസം അവരുടെ മകൾ ഹന്നയുടെ ജീവിതത്തിലെ വളരെ സന്തോഷമുള്ളൊരു കാര്യം നടക്കാനുള്ളതാണ്. പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ സമയം വൈകിയിരുന്നെങ്കിലും 6 മണിക്ക് മുമ്പേ തന്നെ ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്താമെന്നുള്ള ഒരു അമിത പ്രതീക്ഷ ജെയിംസിനുണ്ടായിരുന്നു. പക്ഷെ അതിശക്തമായി പെയ്യുന്ന മഴ കാരണം വലിയ വേഗത്തിൽ പോകുക എന്നത് അപകടം പിടിച്ചതായിരുന്നു. വണ്ടി 70 കിലോമീറ്റർ സ്പീഡിൽ എത്തുമ്പോൾ തന്നെ മഴവെള്ളം നിറഞ്ഞു കിടക്കുന്ന റോഡിൽ നിയന്ത്രണം കുറയുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ വേഗത കുറയ്ക്കാൻ ജെയിംസ് നിർബന്ധിതനായി. സമയം അല്പം വൈകിയാലും ചെക്ക് പോസ്റ്റിലെ ഗാർഡിന് എത്രയെങ്കിലും പോക്കറ്റിൽ വെച്ച് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കാട് കയറി ഇറങ്ങണം എന്നായിരുന്നു ജെയിംസ് കരുതിയിരുന്നത്. എന്നാൽ കാടിൻ്റെ പ്രധാന പാതയിലുള്ള ചെക്ക് പോസ്റ്റിൽ വളരെ കർക്കശക്കാരായ ഉദ്യോഗസ്ഥരാണ് നിൽക്കുന്നത്. സമയം കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിലെത്തിയിട്ട് ഒരു പ്രയോജനവുമില്ല. ഈ ഇടയ്ക്ക് കാട്ടാനയുടെ ശല്യം ഈ പ്രധാന പാതയിൽ കൂടുതലായതുകൊണ്ട് രാത്രിയിലെ യാത്ര വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാടിൻ്റെ പ്രധാന പാതയിലുള്ള ചെക്ക് പോസ്റ്റിൽ കൂടെ പോകാതെ അധികം ആർക്കും അറിയാത്ത അല്പം ദൂരം കൂടിയ കാടിനുള്ളിലൂടെ കുറുകെ കടക്കാൻ സാധിക്കുന്ന ഒരു കാട്ടുപാതയിലേക്ക് തിരിയാൻ ജെയിംസ് ആഗ്രഹിച്ചത്. ഈ വഴിയിലും ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും അവിടെയുള്ള ഉദ്യോഗസ്ഥന് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുത്താൽ തടി ഉയർത്തി തരുമെന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. ഈ റോഡ് അല്പം ദുർഘടം പിടിച്ചതാണെങ്കിലും ഇതിൻ്റെ അവസാനം മറയൂരിൻ്റെ അടുത്ത് പ്രധാന പാതയിൽ തന്നെ ചെന്ന് ചേരുമെന്ന് അവനറിയാമായിരുന്നു. അവിടെ നിന്നും 1 മണിക്കൂർ കൊണ്ട് അവന് മൂന്നാറിലെ വീട്ടിലെത്താനും സാധിക്കും. ഓടിക്കാവുന്നതിൻ്റെ പരമാവധി വേഗത്തിൽ ഓടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെറിയ കാട്ടുപാതയിലുള്ള ചെക്ക് പോസ്റ്റിൽ ജെയിംസ് എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ജെയിംസിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചു കളഞ്ഞു. ജെയിംസ് വണ്ടിയുടെ വേഗത കുറച്ച് റോഡിൻ്റെ സൈഡിൽ ചേർത്ത് നിർത്തി. മുൻപിൽ ചെക്ക് പോസ്റ്റ് അടഞ്ഞു കിടക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ മുന്നിൽ 4 ടാർ വീപ്പകൾ റോഡിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ നിരത്തി വച്ചിരിക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടത്. റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അവൻ അപ്പോഴാണ് പുറത്തെ അന്തരീക്ഷം ശ്രദ്ധിച്ചത്. മഴ ഒരു ചാറ്റൽ മാത്രമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ധകാരം കുറ്റാക്കൂരിട്ടാണ് 3 വശത്തും. മുൻപിലെ ഇരുളിനെ കീറി മുറിക്കുന്നത് അവൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം മാത്രമാണ്. ആ പ്രകാശത്തിലാണ് അവൻ അവൻ്റെ മുമ്പിൽ വഴി അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കാണുന്നത്. മന്ദഗതിയിൽ ചലിക്കുന്ന വൈപ്പർ ചെറിയ മഴച്ചാറ്റലിനെ കാറിൻ്റെ ഗ്ലാസിൽ നിന്നും തുടച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു. അവൻ കാറിൽ തന്നെ ഇരുന്ന് തൻ്റെ ഇടതുവശത്തെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ഫോറസ്റ്റ് ഗാർഡിൻ്റെ റൂമാണ് അവിടെ. പക്ഷേ വെളിച്ചമില്ല. ഇരുട്ടിൽ ആ ചെറിയ ഒരു മുറി കെട്ടിടം പോലും കാണാൻ പ്രയാസമാണ്. അവിടെ ഒരു മനുഷ്യജീവി പോലും ഇല്ല എന്നവൻ ഉറപ്പായി. ഒരു ചെറിയ വെളിച്ചം പോലും ഇല്ലാതെ ആ കാടിൻ്റെ അടുത്ത് ഇത്രയും വലിയ അന്ധകാരത്തിൽ ആരും ആ കെട്ടിടത്തിൽ ഉണ്ടാവുകയില്ല. ഒരു ഗാർഡുണ്ടായിരുന്നെങ്കിൽ അവിടെ വെളിച്ചമുണ്ടായിരുന്നേനെ. തന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരികയും ചെയ്യുമായിരുന്നു. അവൻ കാറിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് വലിച്ചു പൊക്കി. എഞ്ചിൻ ഓഫ് ചെയ്യാതെ തന്നെ അവൻ കാറിൻ്റെ ഡോർ മെല്ലെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. അവൻ പതുക്കെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ടൊരു ശബ്ദം കാറിൽ നിന്ന് മുഴങ്ങിക്കേട്ടു. പരിചിതമായ ശബ്ദം. ജെയിംസിൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ. ആരോ വിളിക്കുകയാണ്. കാടിൻ്റെ നിശബ്ദതയിൽ ഈ ശബ്ദം ഭീകരമായി തോന്നി. ജെയിംസ് പെട്ടെന്ന് തന്നെ കാറിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെന്നു. ഡോർ തുറന്ന് ഉള്ളിൽ കയറി. ഫോൺ കയ്യിലെടുത്തു. സ്റ്റെഫിയാണ് വിളിക്കുന്നത്. എവിടെ വരെ എത്തിയെന്ന് അറിയാനാണ് അവൾ വിളിക്കുന്നത്. താനിപ്പോൾ എവിടെയാണെന്ന് അവളോട് പറയുന്നത് ബുദ്ധിയല്ല. വീട്ടിലിരിക്കുന്ന അവൾ പേടിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ചാ, എവിടെയാ?
എന്താ ഇത്ര സമയമായിട്ടും വിളിക്കാതിരുന്നേ? അവളുടെ ശബ്ദത്തിൽ ആശ്വാസവും പരിഭവവും എല്ലാം നിറഞ്ഞിരുന്നു. ആ എടി, ഞാനേ വണ്ടി ഓടിക്കുകയായിരുന്നു. ഇതുവരെ ഒന്ന് നിർത്തിയിട്ട് വിളിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. എളുപ്പം ഓടിച്ചങ്ങ് എത്താമെന്ന് വിചാരിച്ചു. നീയും കൊച്ചും ആഹാരം കഴിച്ചോ? മോൾക്ക് ചോറ് കൊടുത്തു. ഞാൻ ഇച്ചായം വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നിങ്ങ് വരില്ലേ? എവിടെ വരെ എത്തി? എടി നീയും കഴിച്ചോ? ഞാൻ കുറച്ചുകൂടെ താമസിക്കും. ചെറിയ മഴയൊക്കെ ആയതുകൊണ്ട് വളരെ പതുക്കെ ഓടിക്കുന്നേ. ഇച്ചായം കാട് കടന്നല്ലോ അല്ലേ? ആ ചോദ്യത്തിൽ അവളുടെ ഉള്ളിലെ ആശങ്ക അവന് പ്രകടമായി തോന്നി. ആ കാടൊക്കെ എപ്പോഴേ കടന്നു. ഇനി വളരെ പതുക്കെ ഞാൻ ഓടിച്ചു വരുന്നുള്ളൂ. നീ പേടിക്കണ്ട, ആഹാരം കഴിച്ചിട്ടിരിക്കെ, ഞാനങ്ങ് എത്തിയേക്കാം. മോളോട് ഉറങ്ങിക്കോളാൻ പറ. നാളെ അവളുടെ പരിപാടി ഉള്ളതല്ലേ. ഓക്കെ ചായ, സൂക്ഷിച്ച് ഓടിച്ചാൽ മതി. എന്തായാലും കാട് കടന്നല്ലോ, ഇനി ഇങ്ങ് വന്നേച്ചാൽ മതി. ഞാൻ ആഹാരം റെഡിയാക്കി വച്ചേക്കാം. ഓക്കെ ഡി, ഞാൻ എത്തിയേക്കാം. ശരി, വച്ചേക്കുവാ. അവള് കോള് കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ജെയിംസ് വീണ്ടും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നു. അന്ധകാരം. കാടിന്റെ നിശബ്ദതയിൽ കാറിന്റെ എഞ്ചിൻ ശബ്ദവും ചലിക്കുന്ന വൈപ്പറിന്റെ മന്ദതാളത്തിലുള്ള ശബ്ദവും മാത്രം. മുൻപിൽ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവന്റെ മുൻപിലേക്കുള്ള പ്രയാണം തടസ്സപ്പെട്ടിരിക്കുന്ന കാഴ്ച. വീണ്ടും അവൻ കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ചെക്ക് പോസ്റ്റിന്റെ അടുത്തേക്ക് നടന്നു. ടാർ വീപ്പകളുടെ അടുത്തെത്തി. ഒരു വീപ്പയിൽ ചെറുതായി ബലം കൊടുത്ത് തള്ളി നോക്കി. കാലി വീപ്പകളാണ്. എനിക്കെന്തായാലും മുൻപോട്ട് പോയേ പറ്റുകയുള്ളൂ, അവൻ ചിന്തിച്ചു. വലിയ പ്രയാസമില്ലാതെ അവൻ ഓരോ വീപ്പകളും ഉരുട്ടി റോഡിന്റെ ഒരറ്റത്തേക്ക് നീക്കുവാൻ തുടങ്ങി. മൂന്നാമത്തെ വീപ്പയും നീക്കി കഴിഞ്ഞപ്പോൾ അവന്റെ ചെറിയ കാറിന് കടന്നു പോകാനുള്ള സ്ഥലമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ ചെക്ക് പോസ്റ്റിന്റെ കയറിന്റെ കെട്ടഴിച്ചു. സാവധാനം ഉയർത്തി നോക്കി. ഒരു നിമിഷം പിറകോട്ട് മാറി നിന്ന് കാർ കടന്നു പോകാനുള്ള സ്ഥലം ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം അവൻ തിരികെ കാറിന്റെ അടുത്തേക്ക് നടന്നു. കാറിന്റെ ഡോർ തുറന്ന് ഉള്ളിൽ കയറി. ഹാൻഡ് ബ്രേക്കിന്റെ ലിവറിൽ പിടിച്ച് ബട്ടൺ പ്രസ് ചെയ്ത് ലിവർ താഴേക്ക് തള്ളി നോക്കി. കാർ ഫസ്റ്റ് ഗിയറിലേക്കിട്ട് സൂക്ഷ്മതയോടെ വീപ്പകളിൽ മുട്ടാതെ ചെക്ക് പോസ്റ്റ് മറികടന്ന് കാട്ടുപാതയിലേക്ക് കയറി. കാട്ടാനകൾ ഉൾപ്പെടെ ധാരാളം വന്യമൃഗങ്ങൾ വസിക്കുന്ന നിബിഡമായ വനത്തിന് കുറുകെ കടന്ന് മറയൂരിന്റെ അടുത്ത് മൂന്നാർ റോഡിലേക്ക് ചെന്നിറങ്ങുന്ന അധികം വീതിയില്ലാത്ത ഇടയ്ക്കൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ പാതയിൽ കൂടിയാണ് ജെയിംസ് ഇപ്പോൾ കടന്നു പോകേണ്ടത്. ദൂരം കൂടുതൽ ഉള്ളതുകൊണ്ടും പാതയുടെ ശോചനീയ അവസ്ഥ കൊണ്ടും ഒരു വാഹനത്തിന് പോകാനുള്ള വീതി മാത്രം ഉള്ളതുകൊണ്ടും പകൽ സമയം പോലും അധികം ആരും കടന്നു പോകാത്ത ഒരു കാട്ടുപാതയാണിത്. അവന്റെ വണ്ടി ഒരു മഹീന്ദ്ര ബൊലോറോ ആയിരുന്നുവെങ്കിൽ എന്ന് ജെയിംസ് മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ഇതൊരു ചെറിയ ആൾട്ടോ ആണ്, സാധാരണക്കാരൻ്റെ കാർ. ഈ മലമുകളിലുള്ള ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിന് ബൊലേറോ വാങ്ങാൻ സാധിക്കില്ലല്ലോ. ഈ ആൾട്ടോ തന്നെ എൻ്റെ കല്യാണത്തിന് സ്റ്റെഫിയുടെ അച്ഛൻ സമ്മാനമായി തന്നതാണ്. അതും അവരുടെ പേരിൽ വാങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ ആൾട്ടോയും എൻ്റെ സ്വന്തമല്ല. എനിക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളത് എൻ്റെ ഭാര്യയും മകളും മാത്രമാണ്. അവരുടെ അടുത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഹന്നയുടെ ആദ്യത്തെ അരങ്ങേറ്റമാണ് നാളെ. രാവിലെ തന്നെ അവളെയും കൊണ്ട് അവൾ പഠിക്കുന്ന ലിറ്റിൽ ഫ്ലവർ ഗേൾസ് സ്കൂളിൽ എത്തണം. അതിനുവേണ്ടിയാണ് ഈ സാഹസമെല്ലാം ഞാൻ ചെയ്യുന്നത്. ഈ ചിന്തകൾ കൊടുത്ത മനോധൈര്യത്തോടെ ജെയിംസ് തൻ്റെ കാറിൽ കാടിൻ്റെ അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഗാർഡ് എന്തിനാണ് അസാധാരണമായി ആ വീപ്പകൾ അടുക്കി വെച്ച് വഴി അടച്ചതെന്നുള്ള അറിവില്ലാതെ ദുർഘടമായ ആ കാട്ടുപാതയിൽ കൂടി കാടിൻ്റെ ഉള്ളിലേക്ക് പ്രയാണം തുടർന്നു. ആ കാട്ടുപാതയിൽ കൂടി കുറച്ചു ദൂരം എത്തിയപ്പോൾ തന്നെ ജെയിംസിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഭയം തോന്നി തുടങ്ങിയിരുന്നു. കാടിൻ്റെ ഉള്ളിലേക്ക് താൻ ഒറ്റയ്ക്കാണ് കടന്നതെന്നുള്ള യാഥാർത്ഥ്യം, അതോടൊപ്പം വനത്തിനുള്ളിലെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷവും. റോഡ് വളരെ മോശമായതുകൊണ്ടും കുറേ നേരമായിട്ടുള്ള ചാറ്റൽ മഴയും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും വലിയ വേഗതയിൽ പോകുവാൻ കഴിയുന്നില്ല. മൂന്നാമത്തെ ഗിയറിൽ തന്നെ നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഇരുവശത്തെയും ഗ്ലാസ് ജനലുകൾ വായു ഉള്ളിലേക്ക് കടക്കാൻ പാകത്തിൽ അല്പം താഴ്ത്തി വെച്ചാണ് അവർ വാഹനം ഓടിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈബീം വെളിച്ചത്തിൽ മുൻപിലെ റോഡ് അത്യാവശ്യം ദൂരേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപമോ അനക്കമോ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള ഒരു ഉത്കണ്ഠയും അവൻ്റെ ഉള്ളിൽ പ്രകടമായിരുന്നു. പെട്ടെന്ന് ജെയിംസ് അത് കണ്ടു. ഏകദേശം 50 അടി മുമ്പിൽ റോഡിൻ്റെ ഇടതുവശത്തായിട്ടൊരു രൂപം. പെട്ടെന്ന് തന്നെ അവൻ കാറിൻ്റെ വേഗത കുറച്ച് അല്പം കൂടി മുൻപിലേക്ക് നീങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 30 അടി മുൻപിലാണ് ആ രൂപം കാണുന്നത്. ഇപ്പോൾ അല്പം കൂടി വ്യക്തമായി കാണാം. അതൊരു മനുഷ്യരൂപമാണ്. ഈ രാത്രി ഈ സമയത്ത് ഈ കാട്ടുപാതയിൽ എന്തിനെ കണ്ടാലും പേടിക്കും. മനുഷ്യരൂപമാണെങ്കിൽ കൂടി. ഞാനിപ്പോൾ മുമ്പിൽ കാണുന്നത് ഒരു സ്ത്രീ രൂപമല്ല, ഒരു പുരുഷൻ്റെ രൂപമാണ്. അപ്പോൾ യക്ഷിയോ പ്രേതമോ ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ വക ഭൂതപ്രേത പിശാചുകളിലൊന്നും വിശ്വസിക്കുന്നില്ല, അവൻ മനസ്സിൽ ചിന്തിച്ചു. പിന്നെയുള്ള സാധ്യതകൾ അവൻ യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങി. ഇരുളിൻ്റെ മറവിൽ ഈ കാട്ടുപാതയിൽ ആളെ കൊന്നിട്ടാണെങ്കിലും പണവും മറ്റും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നെടുക്കുവാൻ കാത്തു നിൽക്കുന്ന കൊള്ളക്കാരനായിരിക്കുമോ? ഇപ്പോൾ ഒരാളെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കൂടുതൽ ആളുകൾ ഇരുളിൽ മറിഞ്ഞിരിക്കുന്നുണ്ടാകുമോ? മുൻപിൽ നിൽക്കുന്ന ആൾ രൂപം അവൻ്റെ വാഹനം കണ്ടിട്ട് അവൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ കുറച്ചുകൂടി റോഡിലേക്ക് ഇറങ്ങി നിൽക്കുവാൻ തുടങ്ങി. ഇപ്പോൾ എന്താണ് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്? അവൻ ചിന്തിച്ചു. വളരെ വേഗത്തിൽ കാർ ഓടിച്ചു പോയാലോ? പിറകോട്ട് പോവുക അസാധ്യമാണ്. വാഹനം തിരിക്കാനുള്ള വീതി ഈ റോഡിൽ കുറവാണ്. മുൻപിലേക്ക് പോവുക തന്നെ.
അല്പം കൂടി മുൻപിലേക്ക് എത്തിയപ്പോൾ അയാളെ ശരിക്കും കാണാൻ സാധിച്ചു. അവൻ വാഹനം വളരെ പതുക്കെ മുൻപിലേക്ക് തന്നെ ഓടിക്കുവാൻ തുടങ്ങി. അല്പം കൂടി ദൂരം കുറഞ്ഞപ്പോൾ അവൻ ആ മനുഷ്യരൂപത്തെ അല്പം കൂടി വ്യക്തമായിട്ട് കാണുവാൻ സാധിച്ചു. അതവനെ അത്ഭുതപ്പെടുത്തി. അവൻ മനസ്സിൽ സങ്കല്പിച്ചു കൂട്ടിയ പോലെ ഒരു കൊള്ളക്കാരൻ്റെ രൂപമേ ആയിരുന്നില്ല ആ മനുഷ്യൻ്റേത്. വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു യുവാവ്. ഏകദേശം 30-40 വയസ്സ് പ്രായം വരും. 5 അടി പൊക്കം തോന്നിക്കും. അല്പം മെലിഞ്ഞ ശരീരപ്രകൃതം. പാൻറ്റും ഷർട്ടുമാണ് വേഷം. ഷർട്ട് അവൻ ഇൻ ചെയ്തിട്ടുണ്ട്. കാലിൽ കിടക്കുന്നത് നല്ല ലെതർ ചെരുപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. വളരെ സുന്ദരമായൊരു മുഖമാണ് അവനുണ്ടായിരുന്നത്. ഇരുണ്ട മുടിയും താടിയുമുള്ള ആകർഷകമായ മുഖം. പെട്ടെന്ന് ജെയിംസ് അത് ശ്രദ്ധിച്ചു. ആ യുവാവ് ഇടതുകൈ റോഡിലേക്ക് നീട്ടി തള്ളവിരൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. പകൽ സമയത്ത് പോലും അജ്ഞാതർക്ക് ലിഫ്റ്റ് കൊടുക്കാൻ ആളുകൾ പേടിക്കും. അപ്പോഴാണ് ഈ പാതിരാത്രിക്ക് വനത്തിനുള്ളിൽ നിർത്താതെ വിട്ടുപോവുക തന്നെ. വെറുതെ മനുഷ്യത്വം കാണിച്ച് എൻ്റെ ജീവൻ അപകടത്തിലാക്കേണ്ട കാര്യമില്ല, അവൻ ചിന്തിച്ചു. അവൻ അതേ സ്പീഡിൽ കാർ മുൻപിലേക്ക് ഓടിച്ചു. അല്പം വലതുവശത്തേക്ക് മാറിയ അജ്ഞാതനെ കടന്നു പോകുവാൻ തുടങ്ങി. ഇടതുവശത്തെ അല്പം താഴ്ത്തി വെച്ചിരിക്കുന്ന കാറിൻ്റെ ഗ്ലാസ്സിലെ വിടവിലൂടെ ആ അജ്ഞാതൻ ജെയിംസിനെ നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടൊപ്പം അതിലുപരിയായി പ്രതീക്ഷയോടുകൂടെയും വിളിച്ചു പറഞ്ഞു, ബ്രോ, ഞാൻ തനിച്ചാണ്. എന്നെ കൂടി കൊണ്ടുപോകുമോ? എനിക്ക് വീട്ടിലെത്തണം, പ്ലീസ്. ഇത് കേട്ട ജെയിംസിന് മനസ്സിൽ ആദ്യം തന്നെ തോന്നിയത് നിർത്തരുത്, വിട്ടുപോകുന്നതാണ് ബുദ്ധി എന്നാണ്. അതനുസരിച്ച് അവൻ നിർത്താതെ മുൻപിലേക്ക് തന്നെ കാർ ഓടിച്ചു പോകുവാൻ തുടങ്ങി. പക്ഷേ അജ്ഞാതനായ ചെറുക്കൻ്റെ അപേക്ഷ അവൻ്റെ തലയ്ക്കുള്ളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ തനിച്ചാണ്, വീട്ടിലെത്തണം. ഈ വാക്കുകൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു കുറ്റബോധത്തിൻ്റെ തിരി തെളിയിക്കുവാൻ തുടങ്ങി. അവൻ്റെ യുക്തിബോധത്തിനെതിരായി ജെയിംസ് കാർ ബ്രേക്കിട്ട് ചവിട്ടി നിർത്തി. ഏകദേശം 10 അടിയോളം കാർ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ജെയിംസ് തിരിഞ്ഞു നോക്കി. ബ്രേക്ക് ലൈറ്റിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ ഒരു അജ്ഞാതനായ ചെറുപ്പക്കാരൻ കാറിനെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് തന്നെ ആ അജ്ഞാതൻ ജെയിംസിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം അവൻ കാറിൻ്റെ ഇടതുവശത്തെ മുൻപിലുള്ള വാതിലിൻ്റെ അരികിലെത്തി. ജനലിലൂടെ ജെയിംസിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്ക് യു ബ്രോ. എന്നെ ഈ കാടിൻ്റെ അപ്പുറത്തുള്ള മെയിൻ റോഡ് വരെ ഒന്ന് എത്തിച്ചാൽ മതി. വലിയ ഉപകാരമാണ്. ഞാൻ കയറിക്കോട്ടെ. ജെയിംസിൻ്റെ ഉള്ളിൽ അപ്പോഴും അവൻ്റെ യുക്തിയും മനസാക്ഷിയും തമ്മിലുള്ള വടംവലി നടക്കുന്നതേയുള്ളൂ. ഈ വനത്തിൻ്റെ ഉള്ളിൽ ഈ സമയത്ത് ഈ മനുഷ്യൻ എന്തിനു വന്നു? സുബോധമുള്ള ആരും കാൽനടയായി ഈ സമയത്ത് കാടിൻ്റെ ഉള്ളിലൂടെ പോകാൻ ധൈര്യപ്പെടുകയില്ല. ഈ രീതിയിലുള്ള ധാരാളം ചിന്തകൾ അവൻ്റെ യുക്തിബോധം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉളവാക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും അവന് കാർ വിട്ടു പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അവസാനം അവൻ്റെ മനസാക്ഷി വിജയം കൈവരിച്ചു. ഈ സുമുഖനും കണ്ടെടുത്തോളം സൗമ്യനുമായിട്ടുള്ള ഏകദേശം അവൻ്റെ പ്രായം തോന്നിക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഈ അവസ്ഥയിൽ ഈ വനത്തിൻ്റെ ഉള്ളിൽ തനിയെ വിട്ടിട്ട് പോകുവാൻ ജെയിംസിൻ്റെ മനസാക്ഷി അനുവദിച്ചില്ല. യാന്ത്രികമായി ജെയിംസിൻ്റെ ഇടതുകൈ കാറിൻ്റെ ഇടതുവശത്തെ ഡോറിൻ്റെ ലോക്ക് ഉയർത്തി ആ അജ്ഞാതനോട് കാറിൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ ആംഗ്യം കാണിച്ചു. പെട്ടെന്ന് തന്നെ ആ യുവാവ് കാറിൻ്റെ ഡോർ തുറന്ന് കാറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കാറിൻ്റെ ഡോർ സാവധാനം അടച്ചു. കാറിൻ്റെ ഡോർ തുറന്നടയുന്ന സമയത്ത് കാറിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് പ്രകാശിക്കുകയും അണയുകയും ചെയ്തു. ജെയിംസ് ഒരു പ്രാവശ്യം കൂടി ആ ലൈറ്റ് ഓൺ ചെയ്തു. ആ അജ്ഞാതൻ്റെ മുഖത്തേക്ക് നോക്കി. വളരെ അടുത്ത ആ മുഖം അവൻ കണ്ടു. മനോഹരമായി വെട്ടിയൊതുക്കിയ ഇരുണ്ട മുടിയും ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന താടിയും സുന്ദരവും സൗമ്യവുമായ മുഖം. എഗെയിൻ താങ്ക്സ് ബ്രോ. ഈ സമയത്ത് ഒരു വണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവാവ് ജെയിംസിനോട് പറഞ്ഞു. താൻ ഈ പാതിരാത്രിക്ക് ഈ കാട്ടിനുള്ളിൽ എങ്ങനെ എത്തി? ജെയിംസ് ചോദിച്ചു. അതൊക്കെ പറയാം ബ്രോ, ആദ്യം വണ്ടി എടുക്ക്. ജെയിംസ് കാറിൻ്റെ ഉള്ളിലെ ലൈറ്റ് ഓഫ് ചെയ്തു. കാർ ഗിയറിലിട്ട് മുൻപിലേക്ക് ഓടിച്ചു തുടങ്ങി. ആ വനത്തിനുള്ളിലെ കാട്ടുപാതയിൽ ജെയിംസിനെ കാത്തിരിക്കുന്ന വലിയൊരു അപായത്തിൻ്റെ അരികിലേക്ക്. വനത്തിനുള്ളിൽ നിന്നും അവൻ്റെ കൂടെ കാറിൽ കയറിക്കൂടിയ ആ അജ്ഞാതനോടൊപ്പം അവൻ്റെ പ്രയാണം തുടർന്നു. ശരി, ഇനി പറ, എന്താ തൻ്റെ പേര്? താൻ എങ്ങനെയാണ് ഈ സമയത്ത് ഈ കാടിൻ്റെ ഉള്ളിലെത്തിയത്? ഇരുണ്ടു കിടക്കുന്ന ചെറിയ ചാറ്റൽ മഴയുള്ള കാട്ടുവഴിയിൽ കൂടി കാർ സാവധാനം മുൻപിലേക്ക് ഓടിച്ചുകൊണ്ട് ജെയിംസ് ചോദിച്ചു. ഈ കാടിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു എന്നുള്ളത് വലിയ കഥയാണ്. അത് മുഴുവനായിട്ട് കേൾക്കണോ അതോ ചുരുക്കി പറഞ്ഞാൽ മതിയോ? ഒരു ചെറിയ ചിരിയോടെ അജ്ഞാതൻ ജെയിംസിനോട് പറഞ്ഞു. ആദ്യം തൻ്റെ പേരെന്താണെന്ന് പറ, എന്നിട്ട് കൂടുതൽ സസ്പെൻസ് ഇട്ട് ആളെ ബോറാക്കാതെ കാര്യം പറ. ബ്രോക്ക് ബോറടിയല്ല, പേടി അല്പം കൂടി, അതല്ല സത്യം. ഒരു കുസൃതി ചിരിയോടെ അജ്ഞാതൻ ജെയിംസിനോട് ചോദിച്ചു. എടാ, എൻ്റെ നല്ല മനസ്സുകൊണ്ട് തനിക്ക് ഞാൻ വണ്ടി നിർത്തി തന്നു. അതുപോലെ തന്നെ ഇറക്കി വിടാനും എനിക്കറിയാം. എൻ്റെ പേടിയുടെ അളവെടുക്കാനാണോ താൻ വണ്ടിയിൽ കയറിയത്? അല്പം ദേഷ്യം കലർന്ന ശബ്ദത്തോടെയാണ് ജെയിംസ് മറുപടി പറഞ്ഞത്. ഓക്കെ 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 ബ്രോ, സോറി. ഇനി ഞാൻ കൂടുതൽ സസ്പെൻസ് ഇട്ട് പേടിപ്പിക്കുന്നില്ല. സോറി, ബോറാക്കുന്നില്ല. എൻ്റെ പേര് മൈക്കിൾ. എന്താണ് ബ്രോയുടെ പേര്? ഞാൻ ജെയിംസ്. ഇനി തൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നീട്ടിയോ കുറുക്കിയോ പറ. ഓക്കെ ജെയിംസ് ബ്രോ, എൻ്റെ കഥ ഞാൻ പറയാം. ഈ കാടിനെക്കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെക്കുറിച്ചും ഒരു പഠനം നടത്താമെന്നതാണ്. ഇരുട്ടാവുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചതാ. ഒരു വണ്ടിയും വന്നില്ല. എന്നാൽ പിന്നെ നടന്നങ്ങ് കാട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജെയിംസ് ബ്രോ കാറുമായി വരുന്നത്. ഇത്രയും കാര്യം പറയാനാണോ തൻ്റെ ഒരു വലിയ കഥയെന്നൊക്കെ പറഞ്ഞ് വലിയ ബിൽഡപ്പൊക്കെ ഇട്ടത്?
അത് പിന്നെ ബ്രോ, പറഞ്ഞു വന്നപ്പം ഇത്രയേ ഉള്ളൂ എങ്കിലും ഞാൻ ഇവിടം വരെ എത്തിയ കഥ ഒരു വലിയ കഥ തന്നെയാണ്. അതെനിക്കല്ലേ അറിയത്തുള്ളൂ. വളരെ നിഷ്കളങ്കതയോടെ മൈക്കിൾ മറുപടി പറഞ്ഞു. എന്ത് പഠനമാ മൈക്കിൾ ഈ കാടിൻ്റെ അകത്ത് നടത്തുന്നത്? താൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വല്ലതുമാണോ? ജെയിംസ് ചോദിച്ചു. അല്ല ബ്രോ, ഞാനൊരു സാധാരണക്കാരനാ. കാടിനെയും കാട്ടിലെ മൃഗങ്ങളെയും സ്നേഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഈ കാടിനെയും മൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? ആണോ? അതിനല്ലേ വനം വകുപ്പും വനപാലകരുമൊക്കെ ഉള്ളത്. അവരുടെ ജോലി അവർ ചെയ്യത്തില്ലേ? നോ ബ്രോ, അങ്ങനെ പറയില്ലേ. വേലി തന്നെ വിളവ് തിന്നുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ വനം വകുപ്പിൻ്റെ അവസ്ഥ. ഇതൊക്കെ കാണുമ്പം നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഈ കാടും വന്യജീവികളും എല്ലാം അന്യം തിന്നു പോകും. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? ഓഹോ, അപ്പോൾ താൻ ഒരു തരം സാമൂഹിക പ്രവർത്തകനാണല്ലേ? ഒരു വലിയ ഉത്തരം കണ്ടെത്തിയ ഭാവത്തിൽ ജെയിംസ് ചോദിച്ചു. ബ്രോ, സാമൂഹിക പ്രവർത്തനമൊക്കെ അങ്ങ് നാട്ടിലല്ലേ നടത്തേണ്ടത്? ഈ കാട്ടിനകത്ത് ഞാൻ ഒരു വന്യജീവി പ്രവർത്തകനാണ്. ഈ മിണ്ടാപ്രാണികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മൃഗാവകാശ പ്രവർത്തകൻ. എടോ, മനുഷ്യാവകാശം പോലും ആർക്കും കിട്ടാത്ത ഈ കാലത്താ തൻ്റെ ഒരു മൃഗാവകാശം. തനിക്ക് കുടുംബവും കുട്ടികളൊന്നുമില്ലേ? ഇല്ല ബ്രോ, കുടുംബമൊന്നും എനിക്ക് സെറ്റാകത്തില്ല. ഈ കാടും കാട്ടുമൃഗങ്ങളും ഒക്കെ തന്നെയാണ് എൻ്റെ കുടുംബം. മൈക്കിളേ, തന്നെ കണ്ടാൽ അങ്ങനെ പറയത്തില്ലല്ലോടോ. നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ലുക്കിൽ നടക്കുന്ന താനാണോ കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത്? എന്തൊരു റേസിസ്റ്റ് മൈൻഡാണ് ബ്രോ തനിക്ക്. കാട്ടിലെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ മുഷിഞ്ഞ വേഷവും ധരിച്ച് തലമുടിയും വെട്ടാതെ നടക്കണമെന്നാണോ? എത്ര വൃത്തിയോടെയും വെടിപ്പോടെയുമാണ് ഈ കാട്ടിലെ മൃഗങ്ങൾ നടക്കുന്നത്. അവരുടെ കാട് അവരെത്ര വൃത്തിയാക്കിയാണ് സൂക്ഷിക്കുന്നത്. അതിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ ബ്രോ? ഓ, സമ്മതിച്ചു ബ്രോ. മൃഗങ്ങളുടെ അത്രയും വൃത്തി മനുഷ്യർക്കില്ല. ജെയിംസ് ഒരു ചെറു പരിഹാസച്ചിരിയോടെ പറഞ്ഞു. അതെ, സമ്മതിച്ചേ പറ്റൂ. അതുമാത്രമല്ല, മനുഷ്യരാണ് ഈ കാടിൻ്റെ അകത്ത് കയറി കാടും കൂടി വൃത്തികേടാക്കുന്നത്. ഒരു പൂച്ചയുടെയെങ്കിലും വൃത്തി മനുഷ്യർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാടൊക്കെ വേറെ ലെവലായനെ. എൻ്റെ മൈക്കിളേ, ശരിയാ. ഇപ്പോൾ മനസ്സിലായി തനിക്ക് കുടുംബമൊന്നും സെറ്റാകത്തില്ലെന്ന്. പാൻറ്റും ഷർട്ടൊക്കെ ആയിട്ട് സുന്ദരനായി വൃത്തിയുള്ള മൃഗങ്ങളുടെ കൂടെ താൻ ജീവിച്ചാൽ മതി. ചിരിച്ചുകൊണ്ട് ജെയിംസ് പറഞ്ഞു. അതെ ബ്രോ, ഇതിനും വേണം ഒരു ഭാഗ്യം. ഭാഗ്യം മാത്രമല്ല, അല്പം ഭ്രാന്തും കൂടെ വേണം. അതെ ബ്രോ, സമൂഹത്തിൽ വ്യത്യസ്തതയോടെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ എന്നും ഭ്രാന്തായിട്ടല്ലേ പൊതുജനം കാണുകയുള്ളൂ. തൻ്റെ തത്വശാസ്ത്രമൊക്കെ കൊള്ളാം. അതെ, അതും നോർമൽ അല്ലാത്തവർക്കുള്ളതാണല്ലോ. എനിക്കല്പം വട്ടുണ്ടെന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പോട്ടെ, എന്നെ കാടിൻ്റെ ഉള്ളിൽ നിന്നും കാറിൽ കയറ്റാൻ മനസ്സ് കാണിച്ച ആളല്ലേ, ഞാൻ ക്ഷമിച്ചു. മൈക്കിൾ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. അവസാനം മനസ്സിലായല്ലോ, ജെയിംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ഇടയിലെ അപരിചിതത്വവും ദുരൂഹതയും അല്പം അലിഞ്ഞില്ലാതായതുപോലെ ജെയിംസിന് തോന്നി. എങ്കിലും ഇരുൾ മൂടിയ കാട്ടിൽ കൂടിയുള്ള ഡ്രൈവിംഗ് ജെയിംസിന് ക്ലേശകരമായിരുന്നു. സംസാരത്തിനിടയിലും വളരെ ശ്രദ്ധയോടൊപ്പം വളരെ പതുക്കെയുമായിരുന്നു അവൻ കാർ ഓടിക്കുന്നത്. അതേ ജെയിംസ് ബ്രോ, എവിടേക്കാണ് ഈ രാത്രിയിൽ ഈ കാട്ടിൽ കൂടെ കാറും ഓടിച്ചുകൊണ്ട് പോകുന്നത്? അതും തനിയെ? മൈക്കിൾ കൗതുകത്തോട് ചോദിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണോ, ഭാര്യയുടെയും കൊച്ചിൻ്റെയും അടുത്തേക്ക്. യാത്ര തിരിച്ചൽപ്പം ലേറ്റായി. ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തിയേ പറ്റൂ. അതാ ഈ വഴി വന്നത്. രാത്രിയിലെ കാട്ടിനുള്ളിലെ യാത്ര നിരോധിച്ചതാണെന്നറിഞ്ഞിട്ടും കാണിച്ച ഈ സാഹസം അപാരം തന്നെ ബ്രോ. എന്തായാലും എനിക്ക് ഉപകാരമായി. എനിക്ക് ജെയിംസ് ബ്രോനെ കാണാനും സംസാരിക്കാനും സാധിച്ചല്ലോ. എന്നെ കാണാനും സംസാരിക്കാനും വേണ്ടിയാണോ ഇവൻ കാടിനുള്ളിൽ കാത്തുനിന്ന് എൻ്റെ കൂടെ കാറിൽ കയറിയത്? പലതരത്തിലുള്ള വട്ടന്മാരെ കണ്ടിട്ടുണ്ട്. മൃഗസ്നേഹം തലയ്ക്ക് പിടിച്ച വട്ടായ ഒരുത്തനെ ഇപ്പോഴാണ് കാണുന്നത്. ജെയിംസ് മനസ്സിൽ ചിന്തിച്ച് ചെറിയ ചിരിയോടെ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ബ്രോയ്ക്കൊരു കൊച്ചുണ്ടെന്നല്ലേ പറഞ്ഞത്? ആൺകൊച്ചാണോ അതോ പെൺകൊച്ചോ? മൈക്കിൾ പെട്ടെന്ന് ചോദിച്ചു. പെൺകൊച്ച്. ഹന്ന എന്ന പേര്. ജെയിംസ് മറുപടി പറഞ്ഞു. ഹന്ന ബൈബിളിലെ പേരല്ലേ? ആ, ബൈബിളിലുമുണ്ട് ഈ പേര്. എൻ്റെ വല്യമ്മച്ചിയുടെ പേര് അന്നാമ എന്നായിരുന്നു. അത് ചുരുക്കിയിട്ടതാ ഈ പേര്. ഓ, അന്നാമ, അന്ന, ഹന്ന, അങ്ങനെ. വെരി നൈസ്. അന്നമോളുടെ അരങ്ങേ. അത് മുഴുവിപ്പിക്കാൻ ജെയിംസിന് സാധിച്ചില്ല. ജെയിംസ് പെട്ടെന്ന് വണ്ടി ബ്രേക്കിട്ട് നിർത്തി. എന്ത് പറ്റി ബ്രോ? വണ്ടി നിന്നത് കണ്ട് മൈക്കിൾ ചോദിച്ചു. മൈക്കിളെ, മുമ്പിൽ ഇടതുവശത്ത് നോക്ക്. അതൊരു കാട്ടാനയല്ലേ? പതിഞ്ഞ ശബ്ദത്തിൽ ജെയിംസ് ചോദിച്ചു. മൈക്കിൾ ആ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കാറിൻ്റെ ഹൈ ബീം വെളിച്ചത്തിൽ ഏകദേശം 25 അടി മുൻപിൽ മൈക്കിൾ അത് കണ്ടു. ഓ മൈ ഗോഡ് ബ്രോ, അത് കാട്ടാന തന്നെ. പക്ഷേ ഒരു കാട്ടാനയല്ല, കാട്ടാന കൂട്ടമാണ്. കുട്ടിയാനകളും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താ ചെയ്യാ മൈക്കിളെ? തനിക്കല്ലേ മൃഗങ്ങളെക്കുറിച്ച് അറിവുള്ളത്? ജെയിംസ് പ്രതീക്ഷയോടെ മൈക്കിളിനോട് ചോദിച്ചു. കുട്ടിയാനകൾ കൂടെയുള്ളത് കൊണ്ട് ആനക്കൂട്ടം വളരെ പ്രൊട്ടക്റ്റീവായിരിക്കും. അവരുടെ മുമ്പിൽ വരുന്ന അവർക്ക് ഭീഷണി എന്ന് തോന്നുന്ന എന്തിനേയും അവർ തകർക്കും. എടോ മൈക്കിളെ, എന്നെ പറഞ്ഞ് പേടിപ്പിക്കാനല്ല, രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞു തരാനാ തന്നോട് പറഞ്ഞത്. ജെയിംസ് അല്പം ദേഷ്യത്തോടെയും ഭയത്തോടെയും പറഞ്ഞു. ബ്രോ, ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, മുൻപിൽ നിൽക്കുന്ന കൊമ്പനാന നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞു. അവർ ഈ റോഡ് ക്രോസ് ചെയ്യാനാണ് നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ ഒരു ഭീഷണിയായിട്ടാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഇരുട്ടത്ത് കാറ് പുറകിലേക്ക് ഓടിക്കാൻ നമുക്ക് സാധിക്കില്ല.
ആ കൊമ്പൻ നമ്മുടെ വണ്ടി കുത്തിമറിച്ച് ചവിട്ടിപ്പൊളിച്ച് കൊന്നു കൊല വിളിക്കും. മൈക്കിൾ പരിഭ്രാന്തനായി ഇരിക്കുന്ന ജെയിംസിനോട് വളരെ ഗൗരവസ്വരത്തോടെ തന്നെ പറഞ്ഞു. മൈക്കിളെ, ആന നമ്മളെ എങ്ങനെയാ കൊല്ലുന്നതെന്ന് പറഞ്ഞു തരാനല്ല തന്നോട് പറഞ്ഞത്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയണോ? ജെയിംസ് കൂടുതൽ പരിഭ്രാന്തിയോടെ മൈക്കിളിനോട് പറഞ്ഞു. അതെ, കാട്ടാനക്കൂട്ടമാണ്. കാട് അവരുടെ വീടാണ്. അവരുടെ വീടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ശബ്ദവും വെളിച്ചവും ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ ഈ വണ്ടി തകർക്കുക തന്നെ ചെയ്യും. മൈക്കിൾ ദൃഢമായ ശബ്ദത്തിൽ ജെയിംസിനോട് പറഞ്ഞു. ദൈവമേ, എനിക്കെൻ്റെ കുടുംബത്തിൻ്റെ അടുത്തെത്തണം. അവരെന്നെ കാത്തിരിക്കുകയാണ്. ജെയിംസ് കണ്ണടച്ച് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. റോഡിൻ്റെ മുൻപിൽ ഇടതുവശത്ത് നിൽക്കുന്ന ആ കാട്ടാനക്കൂട്ടത്തിൽ നിന്നും മുൻപിൽ നിൽക്കുന്ന കൊമ്പനാന റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് വന്നു. അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് കാറിന് മുഖാമുഖമായി നിന്നു. തുമ്പിക്കൈ ഉയർത്തി ഉറക്കെ അതിഭീകരമായ ശബ്ദത്തിൽ ഒരു ചിഹ്നം വിളിച്ചു. പിന്നെ കാറിൻ്റെ നേരെ നടന്നെടുക്കുവാൻ തുടങ്ങി. കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ജെയിംസിൻ്റെയും മൈക്കിളിൻ്റെയും മുമ്പിൽ ഇരുണ്ട ഭീമാകാരനായ ഒരു കൊമ്പനാന തൻ്റെ മുമ്പിൽ ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ വാഹനത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള വ്യഗ്രതയോടെ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഭയചകിതനായി വിറങ്ങലിച്ചിരിക്കുന്ന ജെയിംസിനോട് മൈക്കിൾ പറഞ്ഞു. ജെയിംസ്, ഒരു കാരണവശാലും വാഹനം അനക്കരുത്. വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യരുത്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും. ഇത്രയും പറഞ്ഞതിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി മൈക്കിൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഡോർ തിരികെ അടച്ചു. മുൻപിലേക്ക് നടന്ന് കാറിൻ്റെ മുൻപിൽ നടക്കുന്ന കൊമ്പനാനയ്ക്ക് മുഖാമുഖമായി നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ജെയിംസ് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് തൻ്റെ മുമ്പിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് പരിഭ്രാന്തിയോടെ മനസ്സിൽ പറഞ്ഞു. ദൈവമേ, ഇവന് ശരിക്കും വട്ട് തന്നെയാണല്ലേ. കുത്താൻ വരുന്ന കൊമ്പനാനയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരു ധൈര്യശാലിക്കും തോന്നുകയില്ല. തൻ്റെ മുന്നിൽ നടക്കാൻ പോകുന്ന ദുരന്തം കാണാനുള്ള ശക്തിയില്ലാതെ ജെയിംസ് ആ കാറിൻ്റെ ഉള്ളിൽ ഒരു ശില പോലെ ഇരുന്ന് മുൻപിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതമായി വന്ന് നീണ്ടു നിവർന്ന് നിൽക്കുന്നത് കണ്ട ആ കൊമ്പനാന മുൻപിലേക്കുള്ള നടത്തം നിർത്തി. ഇപ്പോൾ അവർ തമ്മിൽ ഏകദേശം 10 അടി ദൂരം മാത്രമേ ഉള്ളൂ. കാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ജെയിംസിന് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആനയുടെയും അതിൻ്റെ മുമ്പിൽ അമാനുഷിക ധൈര്യത്തോടെ തലയുയർത്തി ആനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന മൈക്കിളിൻ്റെയും ദൃശ്യം വിചിത്രമായ ഒരു സ്വപ്നത്തിലെന്ന പോലെയുള്ള കാഴ്ചയായി തോന്നി. കൊമ്പനാന വീണ്ടും 2-3 അടി കൂടി മുൻപിലേക്ക് നടന്നു തുടങ്ങി. മൈക്കിളും അതുപോലെ തന്നെ 2-3 അടി മുൻപിലേക്ക് നടന്നു. ഇപ്പോൾ അവർ തമ്മിൽ ഏകദേശം 5 അടി ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ആ കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി കാട് നടങ്ങുന്ന തരത്തിലുള്ള ഘോര ശബ്ദത്തിൽ വീണ്ടും ഒരു ചിഹ്നം വിളിച്ചു. ഏത് നിമിഷവും ആ കൊമ്പൻ ഒരടി കൂടി മുൻപോട്ട് നീങ്ങിയാൽ മൈക്കിളിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് താഴെയിടാൻ സാധിക്കും. ഈ സമയം മൈക്കിൾ നിവർന്ന ആനയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഇരു കൈകളും സാവധാനം ഇരുവശങ്ങളിലേക്ക് ഉയർത്തി ഒരു നിമിഷം നിന്നു, ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു പക്ഷിയെപ്പോലെ. പിന്നെ അവൻ ഇരു കൈകളും അവൻ്റെ നെഞ്ചിൻ്റെ മുൻപിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഇരുകരങ്ങളും അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. ഇത് കണ്ട കൊമ്പനാന ഉയർത്തിപ്പിടിച്ചിരുന്ന തൻ്റെ തുമ്പിക്കൈ പതുക്കെ താഴ്ത്തി വളരെ തീക്ഷ്ണതയോടെ മൈക്കിളിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം ആ കൊമ്പനാന തൻ്റെ തല ഒന്ന് കുലുക്കി തുമ്പിക്കൈ മൈക്കിളിൻ്റെ നേരെ നീട്ടി. അതിനുശേഷം ആ തുമ്പിക്കൈ അകത്തേക്ക് ചുരുട്ടി ഒരു മുരൾച്ചയോടെ എന്തോ ആശയവിനിമയം നടത്തുന്ന രീതിയിൽ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ആ കൊമ്പനാന തൻ്റെ തുമ്പിക്കൈ മൈക്കിളിൻ്റെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ചു. മൈക്കിൾ തൻ്റെ വലത് കൈ നീട്ടി ആ കൊമ്പനാനയുടെ തുമ്പിക്കൈയിൽ തൻ്റെ കരങ്ങൾ വെച്ചു. കുറച്ച് നിമിഷങ്ങൾ അവർ അങ്ങനെ തന്നെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ കൊമ്പനാന പെട്ടെന്ന് അതിൻ്റെ തുമ്പിക്കൈ തിരികെ എടുത്ത് ഒരു നിമിഷം മൈക്കിളിനെ നോക്കിയതിന് ശേഷം പുറകിലേക്ക് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. കാറിൻ്റെ അകത്തിരിക്കുന്ന ജെയിംസിന് എന്താണിപ്പോൾ തൻ്റെ കൺമുമ്പിൽ സംഭവിച്ചതെന്ന് ഒരു രീതിയിലും ഗ്രഹിച്ചെടുക്കാൻ സാധിച്ചില്ല. തൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് മാത്രം പ്രകാശപൂരിതമായിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ തൻ്റെ കൺമുമ്പിൽ കണ്ടതെല്ലാം ഭ്രമാത്മകമായി ജെയിംസിന് തോന്നി. അവൻ നിശബ്ദനായിട്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് തൻ്റെ കാറിൻ്റെ മുമ്പിൽ സംഭവിക്കുന്ന അസാധാരണമായ ദൃശ്യങ്ങൾ തുടർന്ന് വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മൈക്കിൾ അല്പം ഇടതുവശത്തേക്ക് മാറി നിന്നു. മുൻപിൽ ആ കൊമ്പനാന റോഡിൻ്റെ ഇടതുവശം ചേർന്ന് തിരികെ നടന്ന് അത് കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന സ്ഥലത്ത് തന്നെ തിരികെ എത്തി. ഇടതുവശത്തേക്ക് നോക്കി ചെറിയൊരു ചിന്നംവിളിയുടെ ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു നിമിഷത്തിന് ശേഷം ഇടതുവശത്ത് നിന്നും ഒരു വലിയ പിടിയാന റോഡിലേക്ക് നടന്നു കയറി. റോഡിൻ്റെ മധ്യഭാഗത്തെത്തിയ ശേഷം കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മൈക്കിളിനെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം റോഡിൻ്റെ അപ്പുറം കടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തൊട്ടുപിറകെ തുള്ളിക്കളിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി 2 കുട്ടിയാനകളും റോഡ് മുറിച്ച് കടന്നുകൊണ്ട് അമ്മയാനയുടെ പിറകെ വലതുവശത്തെ കാട്ടിലേക്ക് കയറി. അതിനു പുറകെ ആ കൊമ്പനാനയും ഒരു നിമിഷം മൈക്കിളിൻ്റെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം റോഡ് മുറിച്ച് കടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ജെയിംസ് കാറിൻ്റെ മുമ്പിലെ വെളിച്ചത്തിൽ മൈക്കിളിനെ നോക്കി. ആരാണ് ഈ മൈക്കിൾ? എങ്ങനെയാണ് അവൻ ഈ ആനയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്? കൊല്ലാൻ വന്ന ആന എന്തുകൊണ്ടാണ് തിരികെ പോയത്? കാടിൻ്റെ ഉള്ളിൽ നിന്നും തൻ്റെ കാറിൽ കയറിയ സൗമ്യനും സുമുഖനുമാണെങ്കിലും നിഗൂഢതകൾ നിറഞ്ഞൊരു മനുഷ്യൻ.
മൈക്കിൾ തിരിഞ്ഞ് കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ജെയിംസിന് ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമുണ്ടെങ്കിലും ഇപ്പോൾ മൈക്കിളിനെ കണ്ടപ്പോൾ വീണ്ടും ഒരു ഭയം തോന്നി തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് മൈക്കിൾ തിരിഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നു തുടങ്ങി. മൈക്കിൾ കാറിൻ്റെ അടുക്കലെത്തി കാറിൻ്റെ ഡോർ തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു. ഡോർ തുറന്നടഞ്ഞപ്പോൾ കാറിൻ്റെ ഉള്ളിലെ വെളിച്ചം തെളിയുകയും അണയുകയും ചെയ്തു. ആ അന്ധകാരത്തിൽ ജെയിംസിൻ്റെ ഉള്ളിലെ നിഗൂഢതയുടെയും ഭയത്തിൻ്റെയും ആഴം വർദ്ധിച്ചു. ജെയിംസ് പെട്ടെന്ന് വീണ്ടും ആ ലൈറ്റ് ഓൺ ചെയ്തു. ബ്രോ, ശരിക്കും ഒന്ന് പേടിച്ചായിരുന്നല്ലേ? ഇപ്പോൾ ഓക്കെ ആയില്ലേ? ജെയിംസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മൈക്കിൾ ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. മൈക്കിളേ, താൻ ശരിക്കും ആരാ? ഈ ആനകൾ എന്തുകൊണ്ടാണ് നമ്മളെ ഉപദ്രവിക്കാതെ തിരികെ പോയത്? ജെയിംസ് തൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കടങ്കഥയുടെ ചുരുളഴിപ്പിക്കാനുള്ള ആകാംക്ഷയോടെ ആ ചോദ്യങ്ങൾ മൈക്കിളിനോട് ചോദിച്ചു. ജെയിംസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരല്പം ഗൗരവമുള്ള സ്വരത്തിൽ മൈക്കിൾ പറഞ്ഞു, ഞാനൊരു ജിന്നാണ്. ഏതു രൂപവും സ്വീകരിക്കാൻ കഴിയുന്ന ചില മനുഷ്യർക്ക് മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള ഒരു പാവൻ ജിന്ന്. ജെയിംസ് കേട്ടിട്ടില്ലേ ജിന്നുകളെ കുറിച്ച്? ഇത് കേട്ടതോടെ ജെയിംസ് ഭയം കൊണ്ട് വിരൽ വെളുക്കാൻ തുടങ്ങി. ജെയിംസിനെ നോക്കിക്കൊണ്ട് മൈക്കിൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ജെയിംസിന് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ഭയം കാരണം ശബ്ദം പുറത്തേക്ക് വന്നില്ല. ബ്രോ, യു ഷുഡ് സീ യുവർ ഫേസ് നൗ. ശരിക്കും പേടിച്ചു അല്ലേ? എടോ, ഞാൻ ജിന്നും ചാത്തനൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ് ബ്രോ. ചിരിച്ചുകൊണ്ട് മൈക്കിൾ ജെയിംസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പറഞ്ഞു. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതല്ലേ കൊല്ലാൻ വന്ന ആന ശാന്തനായി തിരിച്ചു പോകുന്നത്? ജെയിംസ് അല്പം ശക്തി സംഭരിച്ചുകൊണ്ട് ഭയത്തോടെ ചോദിച്ചു. ജെയിംസ് ബ്രോ, കണ്ടതൊക്കെ ശരിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാടിനെക്കുറിച്ച് ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പഠിച്ചു വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ സാധിക്കുമെന്ന്. ആ കഴിവാണ് ഞാൻ ഈ ആനയുടെ മുമ്പിൽ ഉപയോഗിച്ചത്. മൈക്കിൾ ജെയിംസിനോട് പറഞ്ഞു. എടോ, സാധാരണ മനുഷ്യർക്ക് പറ്റാത്ത കാര്യമാണ് താൻ ചെയ്തത്. വെറുതെ ഒരാൾക്ക് ഈ കഴിവുണ്ടാകുമോ? താൻ എന്താ എന്നോട് മറച്ചു വയ്ക്കുന്നത്? വിശ്വസനീയമായി എന്തെങ്കിലും ഒരു ഉത്തരം പറ മൈക്കിളേ. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിനപ്പുറമുള്ള പല സത്യങ്ങളും ഈ ലോകത്തുണ്ട് ബ്രോ. എനിക്ക് ഈ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടിപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പ്രകൃതി സ്നേഹിയും മൃഗസ്നേഹിയും ഒക്കെയാണ്. നമ്മൾ ഈ മൃഗങ്ങളെ അളവില്ലാതെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരുമായിട്ട് സംസാരിക്കാൻ ഭാഷ ഒരു പ്രശ്നവുമല്ല. നമ്മൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നമ്മൾക്കും മനസ്സിലാക്കാൻ തുടങ്ങും. ഒരുപക്ഷെ അങ്ങനെ വല്ലതും ഈ പ്രകൃതിയിൽ ഉണ്ടായിരിക്കാം. ജീവിക്കാനുള്ള തത്രപ്പാടിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ആർക്കാ സമയം? ജെയിംസ് മനസ്സിൽ ചിന്തിച്ചു. കാടിൻ്റെ ആഴങ്ങളിൽ ഞാൻ നടക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം കേൾക്കാൻ. മൈക്കിൾ ജെയിംസിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മൈക്കിളെ പറഞ്ഞത്? പെട്ടെന്ന് ഇത്രയും ഗഹനമായ ഒരു കാര്യം ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു മനോനില ജെയിംസിനില്ലായിരുന്നു. ഒന്നുമില്ല ബ്രോ, വണ്ടി എടുക്കാൻ പറഞ്ഞതാ. നമുക്ക് ഈ കാട് കിടന്ന് സമയത്തിന് വീട്ടിലെത്തണ്ടേ? അപ്പോഴാണ് ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഇടയ്ക്ക് വണ്ടിയെടുത്ത് പോകുന്ന കാര്യം മറന്നു എന്ന് ജെയിംസിന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗിയറിലിട്ട് മുൻപിലേക്ക് ഓടിച്ചു തുടങ്ങി. സ്റ്റെഫി എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കുകയാണ്. നാളെ മോളുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. ദൈവമേ, ഇനിയും അനർത്ഥങ്ങളൊന്നും വരുത്താതെ എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലെത്താൻ സഹായിക്കണമേ. ജെയിംസ് മനസ്സിൽ പ്രാർത്ഥിച്ചു. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല, ആ ടാർ വീപ്പുകൾ ഉരുട്ടി നീക്കി അവൻ ഓടിച്ചു കയറിയത് അപകടത്തിലേക്കാണെന്നുള്ള ആ സത്യം. നാട്ടിലുള്ള പട്ടിയും പൂച്ചയും ആനയുമൊക്കെ മനുഷ്യൻ പറയുന്ന പോലെ ചില കാര്യങ്ങൾ അനുസരിക്കുമെന്ന് വെച്ച് ഈ കാട്ടിൽ ജീവിക്കുന്ന ആനക്കൂട്ടം എങ്ങനെയാണ് ഈ മൈക്കിളിനെ അനുസരിക്കുന്നത്? അതും കൊലവിളിയോടെ പാഞ്ഞെടുത്ത കൊമ്പനാന. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരവും മനസ്സിൽ തെളിയാതെ ജെയിംസ് സാവധാനം കാർ ഓടിച്ചുകൊണ്ടിരുന്നു. മൈക്കിൾ കാറിനുള്ളിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാറിൻ്റെ ഉള്ളിലെ ഇരുട്ടിൽ നിശബ്ദനായിരിക്കുകയാണ്. അസുഖകരമായ ഈ നിശബ്ദത ഭയാനകവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായി ജെയിംസിന് തോന്നി. ഈ നിഗൂഢതകളുടെ എല്ലാം മറ അല്പമെങ്കിലും ഒന്ന് നീക്കുവാനുള്ള ആഗ്രഹത്തോടെ ജെയിംസ് മൈക്കിളിനോട് ചോദിച്ചു. മൈക്കിൾ, താനെന്താ ഈ ആനയോട് പറഞ്ഞത്? എന്താണ് അവിടെ സംഭവിച്ചത്? ബ്രോ, ഞാനും ആ ആനയും തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് ഞാൻ പറയില്ല. അത് ഞങ്ങളുടെ സീക്രട്ടാണ്. പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാറിനെ മറിച്ചിട്ട് ചവിട്ടിപ്പൊളിക്കാൻ വന്ന ആന ഈ കാർ ഒരു പാവം കാറാണെന്ന് പറഞ്ഞങ്ങ് തിരിച്ചുപോയി. എടോ, ആന തിരിച്ചുപോയതേ കാറിനെ കണ്ട് പാവം തോന്നിയിട്ടല്ല എന്ന് എനിക്കറിയാം. പിന്നെ തൻ്റെ സീക്രട്ട് എന്നോട് പറയാൻ പറ്റത്തില്ലെങ്കിൽ താൻ പറയണ്ട. ഒന്നും മനസ്സിലാക്കാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. അപ്പോൾ തൻ്റെ ഒടുക്കത്തെ ജാട. ജെയിംസ് അതൃപ്തി കലർന്ന സ്വരത്തോടെ മറുപടി പറഞ്ഞു. ഇത് കേട്ട് മൈക്കിൾ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രോ, ആ ആനകളെ കണ്ടില്ലേ? അവറ്റകൾ ഒരു കുടുംബമാണ്. ജെയിംസ് ബ്രോയ്ക്ക് ഉള്ളതുപോലെ തന്നെ. പക്ഷെ ഈ കാട്ടിൽ ആ അമ്മയാനെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. കൊമ്പനൊരിക്കലും കുടുംബത്തിൽ നിൽക്കില്ല. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അവൻ അവരെ വഴി കാണിച്ചു, സംരക്ഷണം കൊടുത്ത് കൂടെ നിന്നു എന്നേ ഉള്ളൂ. വലതുവശത്തെ ഉൾക്കാട്ടിൽ കുടിക്കാനുള്ള വെള്ളം കുറയുന്നത് കൊണ്ടാണ് അവറ്റകൾ ഈ റോഡ് മുറിച്ച് കടന്ന് താഴേക്ക് പോകേണ്ടി വരുന്നത്. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കടുത്ത വേനൽക്കാലത്ത് ഈ റോഡും കടന്ന് അപ്പുറത്തെ മെയിൻ റോഡിൻ്റെയും അങ്ങേ വശത്തുള്ള പമ്പാർ നദിക്കരയിൽ എത്തിയാൽ മാത്രമേ അവറ്റകൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടുകയുള്ളൂ.
അതുകൊണ്ടാണ് മെയിൻ റോഡിൽ രാത്രികാലങ്ങളിൽ വാഹനഗതാഗതം തടയുന്നതും അനിമൽ ക്രോസിംഗ് എന്ന റോഡിൽ പല സ്ഥലത്തും എഴുതിയിരിക്കുന്നതും. ബ്രോ കണ്ടിട്ടില്ലേ ആ ബോർഡുകൾ? ആ, മെയിൻ റോഡിൽ കൂടെ പോകുമ്പം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആനയും പുലിയുമൊക്കെ നാട്ടിലല്ലേ ഇറങ്ങി ഇര പിടിക്കുന്നത്. മലയോരത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഉറക്കം കളയാൻ വേണ്ടി, അതും മനുഷ്യർ കഷ്ടപ്പെട്ട് നട്ടു വളർത്തുന്ന വാഴകളും കുത്തിമറിച്ചിട്ട് വീട്ടിൽ വളർത്തുന്ന ആടിനെയും കടിച്ചുകൊന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയല്ലേ ഇപ്പോൾ. മനുഷ്യനെ കണ്ടാലും വെറുതെ വിടുകയില്ല. ഇതൊന്നും തനിക്ക് അറിയത്തില്ലേ മൈക്കിളെ? ജെയിംസ് ഒരല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. ഓ, നല്ലതായിട്ട് അറിയാം ബ്രോ. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? മൃഗങ്ങൾക്ക് ഈ കാട് തന്നെയാണ് ഇഷ്ടം. മനുഷ്യർ ചെയ്യുന്നത് പോലെ നാടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അത് കാടിൻ്റെ ഭാഗമാക്കി അടക്കി ഭരിക്കാനുള്ള കുടില ചിന്തയോടെയൊന്നുമല്ല മൃഗങ്ങൾ നാട്ടിലിറങ്ങി അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെന്താ, കാട്ടിൽ ആഹാരം കുറഞ്ഞു പോയത് കൊണ്ടാണോ? അതിനിങ്ങനെ അതിക്രമണം കാണിച്ചാൽ എന്താ ചെയ്യുക? മനുഷ്യർക്ക് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കണ്ടേ? ബ്രോ പറഞ്ഞത് ശരിയാ, ആഹാരം ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല അവരുടെ പ്രശ്നം. ഈ കാടിൻ്റെ ഉള്ളിൽ ആവാസ വ്യവസ്ഥ എന്നൊരു കാര്യമുണ്ട്. അത് തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണക്കാർ. മൈക്കിളെ, മനുഷ്യൻ പണ്ട് തൊട്ടേ മൃഗങ്ങളെ വേട്ടയാടി തന്നെയല്ലേ കഴിഞ്ഞിരിക്കുന്നത്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? പല മൃഗങ്ങളെയും വേട്ടയാടാൻ ഇപ്പോൾ നിയമം തന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഉന്മൂലനാശമൊന്നും മനുഷ്യനിപ്പോൾ വരുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോ, വേട്ടയാടൽ മാത്രമല്ല പ്രശ്നം. ഭക്ഷ്യശൃംഖല എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അതിൻ്റെ ഭാഗമാണ് മനുഷ്യനും. നമ്മൾ ഉന്മൂലനാശം വരുത്താതിരുന്നാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണത്തേക്കാൾ വലിയ പ്രശ്നമാണ് അവരുടെ ആവാസ വ്യവസ്ഥ തകർക്കപ്പെടുക എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം. മൃഗങ്ങളല്ല നാട് കയ്യേറുന്നത്, മനുഷ്യരാണ് കാട് കയ്യേറുന്നത്. അതങ്ങനെ കാടിനകത്ത് കയറി നമ്മൾ വീട് വെച്ച് താമസിക്കുന്നില്ലല്ലോ. കൃഷി ചെയ്യാൻ പോലും വനം വകുപ്പ് സമ്മതിക്കില്ല. പിന്നെ ആര് കാട് കയ്യേറിയെന്നാ താൻ പറയുന്നത്? ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണക്കാരുടെ കാര്യമല്ല ബ്രോ. സമ്പത്തും പദവിയും അധികാരവുമുള്ള ചില മനുഷ്യർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാടിൻ്റെ മനോഹാരിതയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ വേണ്ടി പണിതു കൂട്ടുന്ന റിസോർട്ടുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, റിസോർട്ടുകൾ? ജെയിംസ് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം പറഞ്ഞു. ആ പറഞ്ഞത് ശരിയാ മൈക്കിളെ. റിസോർട്ടുകളിൽ പലതും നിയമവിരുദ്ധമായിട്ടും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുമാണ് പണിയുന്നതെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ചില റിസോർട്ടുകൾക്കെതിരെ ആരൊക്കെയോ കേസ് കൊടുത്ത കാര്യം ഈ ഇടയ്ക്കൊക്കെ വാർത്തയിൽ കാണുന്നുണ്ടായിരുന്നു. അതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. പണമുള്ളവൻ അധികാരമുള്ളവൻ്റെ ഒത്താശയോടെ കാടിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നിർമ്മാണങ്ങളെല്ലാം. കാടിനോട് ചേർന്നും കാട് കയ്യേറിയും എല്ലാം നടക്കുന്ന ഈ നിർമ്മാണങ്ങൾ മൃഗങ്ങളുടെ ആവാസ വ്യൂഹത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. എൻ്റെ പൊന്നെ, സമ്മതിച്ചു മൈക്കിളെ, താൻ മൃഗങ്ങളുടെ വാക്താവ് തന്നെ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ സാധാരണ മനുഷ്യരല്ലല്ലോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നത്. ജെയിംസ് മൈക്കിളിൻ്റെ വശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഒരാൾ തനിയെ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രോ. അത് എനിക്കും മനസ്സിലായി. പക്ഷേ ഞാൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ഈ ഭൂമിയുടെ അവകാശികളായ ഈ മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യും. നിശ്ചയദാർഢ്യമുള്ള സ്വരത്തോടെ മൈക്കിൾ ജെയിംസിനോട് പറഞ്ഞു. നല്ല കാര്യം മൈക്കിളെ. ഓരോ മനുഷ്യനും ഓരോ ജീവിത ലക്ഷ്യങ്ങളല്ലേ ഉള്ളത്. തൻ്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇപ്പോഴും എനിക്കങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തനിക്ക് ആനകളോട് സംസാരിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം, പിന്നെ താൻ എന്താണ് ഈ കാട്ടിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം. ഈ കാടിന് എന്താണ് പ്രശ്നം മൈക്കിളെ? ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന റിസർവേഡ് ഫോറസ്റ്റ് അല്ലേ? വളരെ അന്വേഷണാത്മകമായ സ്വരത്തോട് ജെയിംസ് ചോദിച്ചു. വ്യക്തതയില്ലാത്തൊരു കാര്യത്തിൻ്റെ ഉത്തരം കിട്ടാൻ താൻ ആവശ്യം വിടുകയില്ലല്ലേ ബ്രോ? അത് എനിക്കിഷ്ടപ്പെട്ടു. ഈ കാര്യത്തിൽ ഞാനും താനുമൊക്കെ ഒരുപോലെ തന്നെയാണ്, മൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലടോ, ഞാനൊരു നേഴ്സായതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ ശരിക്കും അപഗ്രഥിച്ച് പഠിച്ച് ജയിച്ചിട്ടാണ് ഞാനൊരു നേഴ്സായത്. അതുകൊണ്ടാണ് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ബ്രോ, താനൊരു നല്ല നേഴ്സാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ഇത്രയും നേരം ബ്രോ എന്ന് മെഡിക്കൽ പ്രൊഫഷനിലുള്ള ഒരു ബ്രദറിനെ തന്നെയാണല്ലേ വിളിച്ചത്? ഇപ്പോൾ കറക്റ്റായി. ഇത് കേട്ട് ജെയിംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ എന്നെ എന്ത് വേണേലും വിളിച്ചോ. ഓക്കെ ബ്രോ, ദാറ്റ്സ് കൂൾ. എനിവേ, ചില കാര്യങ്ങൾ ബ്രോക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പോൾ ഈ കാട്ടിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ പറയാം. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില മനുഷ്യർ മൂലം ഈ കാടിൻ്റെ ആവാസ വ്യവസ്ഥ അപകടത്തിലാകാൻ പോവുകയാണ്. അത് മുൻകൂട്ടി കണ്ടു തടയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആര് എന്ത് ചെയ്യുന്നു എന്നാണ് താൻ പറയുന്നത്? ജെയിംസ് ജിജ്ഞാസയോട് ചോദിച്ചു. ബ്രോ, ഈ റോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലതുവശത്തൊരു കെട്ടിട നിർമ്മാണം നടക്കുന്നത് കണ്ടായിരുന്നോ? മൈക്കിൾ ജെയിംസിൻ്റെ വശത്തേക്ക് തിരിഞ്ഞു ചോദിച്ചു. എടോ, ഈ ഇരുട്ടത്ത് ഈ റോഡിലേക്ക് വന്ന് എനിക്ക് അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾ പോലും കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് തൻ്റെ നിർമ്മാണം കാണുന്നത്. ജെയിംസ് അല്പം ദേഷ്യസ്വരത്തിൽ പറഞ്ഞു. ഓക്കെ ശരി, പക്ഷെ അവിടെ വലിയൊരു റിസോർട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് ബ്രോ. ഈ കാടിനോട് ചേർന്ന് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ് അത് പണിയുന്നത്. ദ വൈൽഡ് പാരഡൈസ് എന്ന് മറ്റോ ആണ് അവർ പേരിട്ടിരിക്കുന്നത്. എല്ലാ നിയമങ്ങളെയും അവരുടെ ആവശ്യമനുസരണം വളച്ചൊടിച്ച്
അധികാരികളുടെ കീശ നിറച്ച് വലിയ അഴിമതി നിറച്ച മാർഗത്തിലൂടെയാണ് അവർ ഇതിനുള്ള അനുമതി നേടിയിരിക്കുന്നത്. കാടിനോട് ചേർന്നല്ലേ അവർ പണിയുന്നത്, കാടിൻ്റെ ഉള്ളിലല്ലല്ലോ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണോ മൈക്കിളെ? ജെയിംസ് ന്യായമെന്ന് തോന്നിയൊരു കാര്യം ചോദിച്ചു. കാടിനോട് ചേർന്നുള്ള ഈ റിസോർട്ടിൽ മാത്രമല്ല പ്രശ്നം, അതിന് പുറകിലൂടെ ജംഗിൾ സഫാരി എന്ന് പറഞ്ഞ് ഉൾക്കാട്ടിലേക്ക് ഒരു വഴി വെട്ടിത്തെളിക്കാനുള്ള പരിപാടിയും അവർക്കുണ്ട്. അത് ഈ കാട്ടിലെ മൃഗങ്ങളുടെ ഹാബിറ്റാറ്റിനെ വളരെ ഗുരുതരമായി ബാധിക്കും. അതാണ് എൻ്റെ ഈ കാടിനെ കുറിച്ചുള്ള ആശങ്ക. ഇത് തടയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ഗൗരവമുള്ള സ്വരത്തോടെ മൈക്കിൾ ജെയിംസിനോട് പറഞ്ഞു. അതിന് തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർ വലിയ പണക്കാരും അധികാരികളും ഒക്കെയല്ലേ? അതേ ബ്രോ, അവർ പണക്കാരാണ്, അധികാരമുള്ളവരാണ്, സ്വാർത്ഥതയും വ്യഗ്രതയും ഉള്ളവരാണ്. അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയിൽ തന്നെയാണ് ഞാൻ നീങ്ങുന്നത്. ഒരു നിവേദനം എഴുതി ഈ ജില്ലയുടെ കളക്ടർക്കും വനം വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഫലം കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. വളരെ തീക്ഷ്ണതയുള്ള സ്വരത്തോടെ മൈക്കിൾ ജെയിംസിനോട് പറഞ്ഞു. തന്നെ സമ്മതിച്ചിരിക്കുന്നു മൈക്കിളെ. നിവേദനം കൊടുത്തതുകൊണ്ട് ഇപ്പോൾ എന്താ ഗുണമുണ്ടായത്? ഇത് പറഞ്ഞ് തീരും മുന്നേ മൈക്കിളിന് കാറിൻ്റെ ബ്രേക്ക് വളരെ ശക്തിയോടെ ചവിട്ടി താഴ്ത്തേണ്ടി വന്നു. കാറിൻ്റെ ചക്രങ്ങൾ അല്പം മുമ്പിലേക്ക് നിരങ്ങി നീങ്ങിയിട്ട് ചലനം നിന്നു. ജെയിംസിൻ്റെയും മൈക്കിളിൻ്റെയും മുൻപിലേക്കുള്ള ഗമനത്തെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ഒരു വലിയ മരം വലതുവശത്ത് നിന്നും റോഡിലേക്ക് കടപുഴകി വീണ് കിടന്നിരുന്നു. ആ വീപ്പകൾ ഉരുട്ടിമാറ്റി റോഡിലേക്ക് കടന്ന ജെയിംസ് കാണാതെ പോയത് ഒരു മരം കടപുഴകി വീണ് കിടക്കുന്നത് കൊണ്ട് ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് എഴുതിയിട്ടുള്ള വനം വകുപ്പിൻ്റെ സൈൻ ബോർഡായിരുന്നു. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാ! ഇത്രയും ദൂരം ഈ കാട്ടിൽ കൂടി വണ്ടി ഓടിച്ചു വന്നിട്ട് നമ്മുടെ വഴി പൂർണ്ണമായും അടഞ്ഞല്ലോ. ഇപ്പോൾ എന്താ ചെയ്യാൻ മൈക്കിളെ? തങ്ങളുടെ മുമ്പിൽ വഴി മുടക്കി വീണ് കിടക്കുന്ന ആ വൻമരത്തെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് വളരെ നിരാശയോടെ ജെയിംസ് മൈക്കിളിനോട് ചോദിച്ചു. ഇന്ന് പകൽ മുഴുവനും വലിയ കാറ്റും അത്യാവശ്യം വലിയ മഴയും അല്ലായിരുന്നോ? വളരെ പഴക്കം ചെന്ന മരമായതുകൊണ്ടാവും വീണുപോയത്. എനിക്കും അറിയില്ല ബ്രോ, ഇപ്പം എന്താ ചെയ്യുക എന്ന്. നമ്മൾ വഴിയുടെ മുക്കാൽ ഭാഗത്തോളം എത്തിയതായിരുന്നു. മൈക്കിളും ഈ അവസ്ഥ വന്നതിലുള്ള നിരാശയോടെ ജെയിംസിനോട് പറഞ്ഞു. കാറിൻ്റെ മുൻവശത്തായി 3 വശങ്ങളിലും നല്ല ഇരുട്ടാണ്. വശങ്ങളിലേക്ക് നോക്കിയ ജെയിംസിന് ചെറിയ ഭയം തോന്നാൻ തുടങ്ങി. മൈക്കിളെ, നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോയാലോ? ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് പേടിയാവുന്നു. ബ്രോ, തിരികെ പോയാലും എന്താ പ്രയോജനം? മെയിൻ റോഡിൽ ഓൾറെഡി അടച്ചിട്ടേക്കുമല്ലേ. പിന്നെ അങ്ങ് പുറകിലുള്ള ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിലെത്തി രാത്രി കഴിച്ചു കൂട്ടണം. അത് ഓക്കെ ആണെങ്കിൽ തിരികെ പോകാം. എൻ്റെ മൈക്കിളെ, ഇത് വേറെ ഏത് ദിവസമാണെങ്കിലും ഞാൻ അതേ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഈ ദിവസം ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തിയേക്കാമെന്ന് ഭാര്യയ്ക്കും മോൾക്കും ഞാൻ ഉറപ്പ് കൊടുത്തതാ. നാളെ എൻ്റെ മോളുടെ അരങ്ങേറ്റമാ. വെളുപ്പിനെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകണം. ഓ, അത് ശരി. അതുകൊണ്ടാണ് താൻ ഈ സാഹസമെല്ലാം കാണിച്ച് ഈ കാട്ടുവഴിയിൽ കൂടെ തന്നെ പോയതല്ലേ? അന്നമോള് വളരെ പ്രതീക്ഷയോടെയാവും നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. തൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ബ്രോ, മൈക്കിൾ സ്വാതന്ത്ര്യ സ്വരത്തിൽ ജെയിംസിനോട് പറഞ്ഞു. സ്റ്റെഫി എന്നോട് പറഞ്ഞതാ സമയത്തിന് യാത്ര തിരിച്ച് വളരെ നേരത്തെ കാട് കടക്കണമെന്ന്. അവൾ പറഞ്ഞ പോലെ ചെയ്താൽ മതിയായിരുന്നു. ഒരു കാര്യവുമില്ലാതെ ഞാൻ ലേറ്റായി. അല്പം ഓവർ കോൺഫിഡൻസ് തോന്നി, അതാ പറ്റിപ്പോയത്. ഈ ദുരാവസ്ഥയിൽ എത്തിയതിനെ ചൊല്ലി ജെയിംസ് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഓ കമോൺ ബ്രോ, കൂൾ ഡൗൺ. ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഈ സിറ്റുവേഷൻ ചേഞ്ച് ആകാൻ പോകുന്നില്ല. നെഗറ്റീവ് എനർജി കൂടത്തേ ഉള്ളൂ. ഈ സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ നമുക്കിപ്പോൾ വേണ്ടത് പോസിറ്റീവ് എനർജി മാത്രമാണ്. ജെയിംസിന് പ്രചോദനം നൽകിക്കൊണ്ട് മൈക്കിൾ പറഞ്ഞു. ശരി മൈക്കിളെ, ഫുൾ പോസിറ്റീവ് എനർജി മാത്രം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക എന്ന് പറ. ഒരു ദീർഘനിശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ജെയിംസ് മൈക്കിളിനോട് ചോദിച്ചു. ബ്രോ, ധൈര്യമായിട്ട് ഈ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് അറിഞ്ഞിട്ട് വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് മൈക്കിൾ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നോ 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 മൈക്കിളെ, പുറത്തേക്ക് പോകല്ലേ. ഈ കാട്ടിൽ താൻ ആരോട് ചോദിക്കാൻ പോകുക? ജെയിംസ് അല്പം ഉച്ചത്തിൽ പുറത്തേക്ക് ഇറങ്ങി മൈക്കിളിനോട് വിളിച്ചു ചോദിച്ചു. മൈക്കിൾ കാറിൻ്റെ ഡോർ തിരികെ അടച്ചു. അതിനുശേഷം പതിയെ മുൻപിലേക്ക് നടക്കാൻ തുടങ്ങി. മൈക്കിൾ കാറിൻ്റെ മുൻവശത്തെത്തി കാറിനും വഴി മുടക്കി വീണ് കിടക്കുന്ന ആ വൻമരത്തിനുമിടയിൽ വന്നു നിന്നു. ഇവനിത് എന്ത് വിചാരിച്ചാണ് അവിടെ പോയി നിൽക്കുന്നത്? ഓ ശരിയാണല്ലോ, അവൻ ആനകളുമായി സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ. ജെയിംസ് മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പോൾ ഏതെങ്കിലും ആന വരുമായിരിക്കുമോ? ജെയിംസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഡിലേക്ക് മറിഞ്ഞു കിടക്കുന്ന വലിയ മരത്തിൻ്റെ ചില്ലകൾ അനങ്ങാൻ തുടങ്ങി. ആരോ പിടിച്ചു കുലുക്കുന്നത് പോലെ ജെയിംസിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗം വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ കൂടുതൽ ചില്ലകൾ കുലുങ്ങുവാൻ തുടങ്ങി. ജെയിംസ് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നേരെ മുന്നിൽ കിടക്കുന്ന ആ മരക്കൊമ്പുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മൈക്കിൾ വളരെ ശാന്തനായി അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് ജെയിംസ് അത് കണ്ടത്. ഒരു കാട്ടുകുരങ്ങൻ, ഒന്നല്ല വളരെയേറെ കാട്ടുകുരങ്ങന്മാർ. കാറിൻ്റെ വെളിച്ചത്തിൽ 8-10 മാത്രമേ ജെയിംസിന് കാണുവാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇരുളിൻ്റെ മറവിൽ അതിലേറെ കുരങ്ങന്മാരുണ്ടെന്ന് ജെയിംസിന് മനസ്സിലായി. അവർ മൈക്കിളിനെ നോക്കി ചിലയ്ക്കാൻ തുടങ്ങി. മൈക്കിൾ തൻ്റെ കൈകൾ കൊണ്ട് അഭിവാദം ചെയ്യുന്നത് പോലെ ഒരു ആംഗ്യം കാണിച്ചു. ഇത് കണ്ട് കുരങ്ങന്മാർ വലിയ ആവേശത്തോടെ
കൂടുതൽ ശബ്ദത്തിൽ ചിലയ്ക്കാനും കൈകൾ ഉയർത്തി എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കാനും തുടങ്ങി. ഇത്രയും സമയം നിശബ്ദമായിരുന്ന ആ കാട് കുരങ്ങന്മാരുടെ ശബ്ദം കൊണ്ട് ശബ്ദമുഖരിതമായി. ഇവന് കുരങ്ങന്മാരുടെ ഭാഷയിലും സംസാരിക്കാൻ അറിയുമോ? ഓ, അത് ശരിയാണല്ലോ, മൃഗങ്ങളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നാണല്ലേ അവൻ പറഞ്ഞത്. എന്നാലും ഇതൊക്കെ എങ്ങനെ? തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ബഹളമെല്ലാം കണ്ടും കേട്ടും ജെയിംസ് മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്നാണ് ജെയിംസ് കാറിൻ്റെ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അധികം ചലിക്കാതെ നിൽക്കുന്ന ഭീകരമായൊരു രൂപം ആ മരത്തിൻ്റെ വലതുവശത്തായി കണ്ടത്. ജെയിംസ് സൂക്ഷിച്ചു നോക്കി. അത് വലിയൊരു പാമ്പിൻ്റെ മുഖമാണ്. വലിയ ഉടലുള്ള ഒരു പെരുമ്പാമ്പ്. വളരെ വലിപ്പവും വീതിയുമുള്ള അതിൻ്റെ ഉടൽ ആ മരത്തിൻ്റെ ചില്ലകളെ ചുറ്റിപ്പണഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ വാലറ്റം കാറിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശപരിധിക്ക് പുറത്തുള്ള അന്ധകാരത്തിലേക്ക് നീണ്ടു കിടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ശരിയായ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ജെയിംസ് ഭയം കൊണ്ട് മരവിച്ച അവസ്ഥയിൽ ആ കാറിൻ്റെ ഉള്ളിലിരുന്നു. മൈക്കിളും ആ പെരുമ്പാമ്പും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അല്പനേരം നിന്നു. അവർ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ സന്ദേശങ്ങൾ വിനിമയം ചെയ്യുന്നത് പോലെ ജെയിംസിന് തോന്നി. കുരങ്ങന്മാർ അവരുടെ ശബ്ദകോലാഹലം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് വലതുവശത്തായി വളരെ ശാന്തമായി നിൽക്കുന്ന മറ്റൊരു രൂപത്തെ ജെയിംസ് കണ്ടത്. മുകളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന വലിയ കൊമ്പുകളുള്ള ഒരു കാട്ടുപോത്തായിരുന്നു അത്. ഇരുണ്ട പാറ പോലെയുള്ള അതിൻ്റെ ശരീരം ഭീമാകാരമായിരുന്നു. പെട്ടെന്ന് കുരങ്ങന്മാരുടെ ശബ്ദകോലാഹലങ്ങളും അനക്കങ്ങളും കുറയാൻ തുടങ്ങി. അല്പനിമിഷങ്ങൾക്കകം കുരങ്ങന്മാർ പൂർണ്ണമായും നിശബ്ദരായും ശാന്തരായും മരക്കൊമ്പുകളിൽ ഇരിക്കാൻ തുടങ്ങി. വീണ്ടും ഒരു ഭീതിജനകമായ നിശബ്ദത ജെയിംസിന് അനുഭവപ്പെടാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജെയിംസ് മുൻപിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് ആ മരത്തിൻ്റെ ചില്ലകൾ പിന്നെയും കുലുങ്ങുന്നത് ജെയിംസ് കണ്ടത്. കുരങ്ങന്മാർ ഒരല്പം പുറകിലേക്ക് പിന്മാറാൻ തുടങ്ങി. ഒരു പെരുമ്പാമ്പും ഭീമാകാരനായ കാട്ടുപോത്തും അങ്ങനെ തന്നെ അനങ്ങാതെ നിൽപ്പുണ്ട്. മരത്തിൻ്റെ ചില്ലകൾ കൂടുതൽ ശക്തിയോടെ കുലുങ്ങാൻ തുടങ്ങി. ജെയിംസ് മുമ്പിൽ വലതുവശത്തേക്ക് നോക്കി ആ മരത്തിൻ്റെ തടിയുടെ മുകളിൽ കൂടി നടന്നു വരുന്ന ആ മൃഗത്തെ കണ്ടു. പ്രൗഢഗംഭീരമായ രൂപഗുണമുള്ള ഒരു കടുവയായിരുന്നു അത്. ഭയം കൊണ്ട് ജെയിംസിൻ്റെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കുന്നത് അവൻ്റെ ചെവികൾ കൊണ്ട് കേൾക്കാമെന്ന് അവന് തോന്നി. ആ കടുവ വീണ് കിടക്കുന്ന മരത്തിൻ്റെ തടിയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മൈക്കിളിൻ്റെ 6 അടി മുൻപിലായി വന്നിരുന്നു. തലയുയർത്തി മൈക്കിളിനെ നോക്കി. പെട്ടെന്ന് തന്നെ മൈക്കിൾ കടുവയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിന്നു. ഇപ്പോൾ അവർക്ക് നേർക്ക് നേരെ മുഖാമുഖം നോക്കാൻ സാധിക്കും. മൈക്കിൾ വീണ്ടും കൈകൾ വശങ്ങളിലേക്ക് നീട്ടി. അതിനുശേഷം ഇരു കൈകളും തൻ്റെ നെഞ്ചിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ അല്പസമയം നിന്നു. കടുവ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പക്ഷേ ഘനഗംഭീരമായ രീതിയിൽ ഉരുളുവാൻ തുടങ്ങി. അവർ പരസ്പരം എന്തൊക്കെയോ ആശയവിനിമയം നടത്തുകയാണെന്ന് ജെയിംസിന് മനസ്സിലായി. തൻ്റെ മുമ്പിൽ കാണുന്ന ഈ കാഴ്ച യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നുള്ള ആശയക്കുഴപ്പത്തോടെ ജെയിംസ് ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ സ്തബ്ധനായിരുന്നു. ആ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ഒരു മനുഷ്യനും കാട്ടിലെ മൃഗങ്ങളും ഒരുമിച്ചുള്ള ഒരു അസാധാരണമായ രംഗം വളരെ മാസ്മരികമായി ജെയിംസിന് അനുഭവപ്പെട്ടു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കടുവ പതിയെ എഴുന്നേറ്റ് വളരെ ശാന്തതയോടെ ആ മരത്തിൻ്റെ തടിയുടെ മുകളിലേക്ക് കയറി തിരികെ നടന്ന് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. ജെയിംസ് വലതുവശത്തേക്ക് നോക്കി. ഒരു പെരുമ്പാമ്പിനെയോ കാട്ടുപോത്തിനെയോ കാണാൻ സാധിച്ചില്ല. കുരങ്ങന്മാരും ഓരോരുത്തരായി കാട്ടിലെ ഇരുളിൻ്റെ മറവിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മൈക്കിൾ മാത്രമായി. പെട്ടെന്ന് മൈക്കിൾ തിരിഞ്ഞു നടന്ന് റോഡിൻ്റെ അരികിലെത്തി. ഡോർ തുറന്ന് അകത്ത് കയറി. കാറിൻ്റെ ഉള്ളിലെ ലൈറ്റ് തെളിയുകയും അണയുകയും ചെയ്തു. ബ്രോ, വണ്ടി പുറകിലേക്ക് എടുക്ക്, മൈക്കിൾ ജെയിംസിനോട് പറഞ്ഞു. മൈക്കിളെ, ആ മൃഗങ്ങളെല്ലാം എങ്ങനെ? ബ്രോ, അതൊക്കെ വഴിയെ മനസ്സിലാകും. ഇപ്പോൾ നമുക്ക് ഈ കാട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിലെത്താനുള്ള വഴി നോക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് വണ്ടി പതുക്കെ പുറകിലേക്ക് ഓടിക്കുക. വഴി ഞാൻ പറഞ്ഞു തരാം. മൈക്കിളെ, അതത്ര എളുപ്പമല്ല. പുറകിൽ ലൈറ്റ് വളരെ കുറവാണ്, ജെയിംസ് ആശങ്കയോടെ പറഞ്ഞു. പേടിക്കാതെ ബ്രോ, നമ്മളിങ്ങോട്ട് വന്ന വഴിയല്ലേ. റോഡിൽ നിന്നും പുറത്തു പോകാതെ സൂക്ഷിച്ചാൽ മതി. ഗിയർ റിവേഴ്സിലോട്ട് പിടിച്ചിട്ട്, മൈക്കിൾ ജെയിംസിന് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ജെയിംസ് മനസ്സില്ലാ മനസ്സോടെ വണ്ടി റിവേഴ്സിട്ട് പതിയെ പുറകിലേക്ക് ഓടിക്കാൻ തുടങ്ങി. വണ്ടിയുടെ പുറകിൽ റിവേഴ്സ് ലൈറ്റിൻ്റെ പ്രകാശം ഈ കാടിൻ്റെ അന്ധകാരത്തിൽ അത്ര ഫലപ്രദമല്ലായിരുന്നുവെങ്കിലും ഒരു ഊഹം വച്ച് ജെയിംസ് വണ്ടി പുറകിലേക്ക് ഓടിച്ചുകൊണ്ടേയിരുന്നു. എത്ര ദൂരം ഇനി ഇങ്ങനെ പുറകിലേക്ക് പോകണം മൈക്കിളെ? ജെയിംസ് അക്ഷമനായി ചോദിച്ചു. അല്പം കൂടി മാത്രം, ഞാൻ പറയാം. വാഹനം റോഡ് വിട്ട് സൈഡിലേക്ക് പോവാതിരിക്കാൻ ജെയിംസ് വളരെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ ബ്രോ, ഇപ്പോൾ ഒരു ചെറിയൊരു വളവ് ഇടതുവശത്തേക്ക് വരും, അങ്ങനെ വളച്ചു നിർത്തിക്കോ. ജെയിംസ് ആ വളവ് ശ്രദ്ധയോടെ വളച്ച് കാറ് നിർത്തി. ഇടത്തേക്ക് തിരിഞ്ഞു നിർത്തിയത് കൊണ്ട് ഇപ്പോൾ കാറിൻ്റെ ലൈറ്റ് വലതുവശത്തെ കാട്ടിലേക്കാണ് നേരെ പ്രകാശിക്കുന്നത്. ബ്രോ, ഇനി മുൻപിലേക്ക് നോക്ക്. ഒരു ചെറിയ റോഡ് പോലെ തോന്നുന്നില്ലേ? മരങ്ങളില്ലാതെ പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു വാഹനത്തിന് കയറുവാൻ തക്ക വീതിയുള്ള ഒരു സ്ഥലം ജെയിംസിന് കാണാൻ സാധിച്ചു. പക്ഷെ അതൊരു റോഡാണെന്ന് ജെയിംസിന് തോന്നിയില്ല. ഇല്ല മൈക്കിളെ, റോഡൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതാണോ തൻ്റെ വഴി? ജെയിംസ് ദേഷ്യത്തോട് ചോദിച്ചു. അവിടെ ഒരു റോഡുണ്ട് ബ്രോ, പണ്ടത്തെ വഴിയായിരുന്നു. അതിനുശേഷമാണ് ഈ പുതിയ റോഡ് വന്നത്. അതിനുശേഷമാണ് അപ്പുറത്തെ മെയിൻ റോഡ് വന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുറേ കാലമായി ആരും പോകാത്തൊരു വഴിയുണ്ട് അവിടെ.
എടോ, ആരും പോകാത്ത, ആർക്കും കാണാൻ കഴിയാത്തൊരു വഴിയിൽ കൂടി ഈ രാത്രിയിൽ നമ്മൾ എങ്ങനെ പോകും? ജെയിംസ് കൂടുതൽ ദേഷ്യത്തോടെ മൈക്കിളിനോട് ചോദിച്ചു. ജെയിംസ് ബ്രോയ്ക്ക് വീട്ടിലെത്തണ്ടേ? വേറെ എന്തെങ്കിലും വഴി തനിക്കറിയുമോ? അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി ഇതാണ്. എനിക്ക് അങ്ങോട്ട് ഈ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റത്തില്ല. അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ജെയിംസ് തൻ്റെ മനസ്സിലുള്ള ആശങ്ക മൈക്കിളിനെ അറിയിച്ചു. ഇത് കേട്ട് ഒരു നിമിഷം ശാന്തമായിരുന്നിട്ട് മൈക്കിൾ ജെയിംസിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബ്രോ, ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തടസ്സമായിട്ട് ഒന്നും തന്നെയില്ല. പുല്ലും ചെടികളും വളർന്നു നിൽക്കുന്ന ഒരു പഴയ വഴി മാത്രം. നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയ ഒരേ ഒരു വഴി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പേടിയൊക്കെ കുറച്ചു കുറഞ്ഞ ആത്മവിശ്വാസമൊക്കെ തോന്നുന്നില്ലേ? ഇത് കേട്ട് ജെയിംസ് ഒരു നിമിഷം ചിന്തിച്ചിട്ട് തന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു, ശരിയാ മൈക്കിളെ, എന്തായാലും ഞാൻ ഈ രാത്രിയിൽ ഈ കാട്ടിൽ കൂടി കാർ ഓടിച്ചു പോകാനുള്ള ധൈര്യം കാണിച്ചതല്ലേ. അപ്പോൾ പിന്നെ ഈ വഴിയിൽ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. വരുന്നിടത്ത് വെച്ച് കാണാം. അതാണ് ബ്രോ ഞാൻ പറഞ്ഞത്. ഈ ധൈര്യമാണ് ബ്രോയിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. ഈ ചിന്തയും ആത്മവിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിടത്തും നമുക്ക് ഡെഡ് എൻഡ് ഉണ്ടാകില്ല. അപ്പോൾ പിന്നെ ഇനി ഒന്നും ചിന്തിക്കാനില്ല, വണ്ടി എടുക്ക്. ഇത് കേട്ടതും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ജെയിംസ് വണ്ടി ഗിയറിലിട്ട് മുൻപിലേക്ക് പുല്ല് വളർന്നു നിൽക്കുന്ന ആ പാതയിലേക്ക് കാർ ഓടിച്ചു കയറ്റി. പുല്ലിനെയും ചെടികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ചെറിയ കാർ മുൻപിലേക്ക് കുതിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും അറിയാതെ ജെയിംസ് അജ്ഞാതമായ ആ വഴിയിൽ കൂടി മൈക്കിളിൻ്റെ ഒപ്പം യാത്ര തുടർന്നു. മുൻപിൽ മരങ്ങളില്ലാത്ത ദിശ നോക്കി ജെയിംസ് ആ ചെറിയ കാർ ശ്രദ്ധയോടെ ഓടിച്ചുകൊണ്ടേയിരുന്നു. ചെടികൾ ഒടിയുന്നതിൻ്റെയും വണ്ടിയിൽ ഉരയുന്നതിൻ്റെയും ശബ്ദം നിരന്തരം കേട്ടുകൊണ്ടേയിരുന്നു. മൈക്കിളെ, ഈ വഴി എവിടേക്കാണ് എത്തിച്ചേരുന്നത്? കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജെയിംസ് മൈക്കിളിനോട് ചോദിച്ചു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ മരം വീണ് കിടക്കുന്ന വഴിയുടെ വളരെ മുമ്പിൽ എവിടെയോ നമ്മൾ എത്തും. അവിടെ നിന്നും വീണ്ടും നമ്മൾ വലത് തിരിഞ്ഞു പോയാൽ മെയിൻ റോഡിൽ എത്തിച്ചേരും. ആ മെയിൻ റോഡിൽ നിന്നും വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു പോയാൽ ബ്രോയ്ക്ക് മൂന്നാറിലെ വീട്ടിലെത്താൻ സാധിക്കും. ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ? ഈ വഴിയില്ലാത്ത വഴിയിൽ നിന്ന് അപ്പുറത്തെത്താതെ എൻ്റെ ടെൻഷൻ മാറില്ലടോ. അല്ല, ഈ വഴിയെക്കുറിച്ച് താനെങ്ങനെ അറിഞ്ഞു? ആ മൃഗങ്ങൾ പറഞ്ഞു തന്നോ? ജെയിംസ് ജിജ്ഞാസയോട് ചോദിച്ചു. അല്ലടോ, ഈ വഴിയൊക്കെ പലർക്കും അറിയാവുന്നതാ. ആരും പോകാറില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളാണ് സംസാരിച്ചത്, മൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മൈക്കിളെ, കാട്ടിലെ മൃഗങ്ങൾ തന്നോട് സംസാരിക്കുന്നു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് താൻ എൻ്റെ കൂടെ കയറിയപ്പം തൊട്ട് കാണുന്നത്. ജെയിംസ് മൈക്കിളിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ബ്രോ, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത നമുക്കതീതമായ പല കാര്യങ്ങളും നമുക്ക് ചുറ്റിലുമുണ്ട്. നമ്മൾ മനുഷ്യർ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് ഈ ലോകത്തെ മനസ്സിലാക്കുന്നതെന്ന് നഴ്സായ ജെയിംസ് ബ്രദറിന് അറിയാവുന്ന കാര്യമല്ലേ? അതെ, അറിയാം. അതിന് മെഡിസിൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് സാധാരണ അറിവല്ലേ? കണ്ണ്, മൂക്ക്, നാവ്, ചെവി, പിന്നെ നമ്മുടെ തൊലി, ഈ അവയവങ്ങളൊക്കെ ഉപയോഗിച്ചല്ലേ നമ്മളെല്ലാം ജീവിക്കുന്നത്. കറക്റ്റ് ബ്രോ. പിന്നെ നമുക്കൊക്കെ ഒരു 6ാം ഇന്ദ്രിയം കൂടിയുണ്ട്. വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം കൂടിയിരിക്കുന്ന നമ്മുടെ മനസ്സ്. നമ്മുടെ മുൻകാല അനുഭവങ്ങളുടെയും അറിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില മുന്നറിയിപ്പൊക്കെ നമുക്ക് കൃത്യമായി കിട്ടുന്നത് ഈ 6ാമത്തെ ഇന്ദ്രിയത്തിൽ നിന്നുമാണ്. അതേ മൈക്കിളെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഈ കാട്ടിൽ കണ്ട മൃഗങ്ങളുടെയും തൻ്റെയും അസാധാരണമായ കാര്യങ്ങൾ എന്താണെന്ന് താൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ജെയിംസ് ഒരു അല്പം അക്ഷമയോട് ചോദിച്ചു. ഞാൻ ആ മൃഗങ്ങളുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. അവറ്റകൾക്ക് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ ലോകമല്ല മൃഗങ്ങൾ കാണുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും. ഓരോ ഇന്ദ്രിയത്തിനും ഓരോ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. ഇത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും വളരെ വ്യത്യസ്തമായാണുള്ളത്. മൃഗങ്ങളുടെ ഇടയിൽ തന്നെ അവരുടെ പരിണാമപരമായ ആവശ്യമനുസരിച്ച് ഇതിൽ വീണ്ടും വലിയ വ്യത്യാസങ്ങളുണ്ട്. അതേ മൈക്കിളെ, പൂച്ചയ്ക്ക് കളർ കാണാൻ സാധിക്കില്ല, പട്ടിക്ക് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലുണ്ട്. ഇതൊക്കെ എനിക്കും അറിയാം. അതേ ബ്രോ, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങൾ മൃഗങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കാത്ത വളരെ കാര്യങ്ങൾ മൃഗങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ തന്നെ മനുഷ്യരുടെ കേൾവിക്കും കാഴ്ചയ്ക്കും അപ്പുറമുള്ള ഒരു ലോകമുണ്ട്. അത് മൃഗങ്ങൾക്ക് മാത്രമേ ഈ ഭൂമിയിൽ കാണാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ. ഈ പട്ടികളൊക്കെ വെറുതെ വായുവിലേക്ക് നോക്കി കുരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? ശരിയാ മൈക്കിളെ. പക്ഷെ അതിനൊക്കെ ഒരു വിശദീകരണം പലരുടെയും പക്കലുണ്ടല്ലോ. വിശദീകരണമല്ല ജെയിംസ് ബ്രോ, സിദ്ധാന്തങ്ങൾ മാത്രം. മനുഷ്യർ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതുകൊണ്ട് സൂക്ഷ്മാണുക്കളുടെ ചെറിയ ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കിപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മുടെ ഈ ഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള വസ്തുക്കളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഈ മൃഗങ്ങൾ മാത്രം കാണാനും കേൾക്കാനും സാധിക്കുന്ന ആ ലോകം നമുക്ക് അന്യവും അജ്ഞാതവുമായി തുടരുകയാണ്. പാരാസൈക്കോളജി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഭ്യൂഹങ്ങൾ മാത്രമേ ആ ലോകത്തെക്കുറിച്ച് നമുക്കുള്ളൂ. അതെല്ലാം വെറും കപടശാസ്ത്രം മാത്രമാണ് ബ്രോ. എടോ, അപ്പോൾ താൻ എന്താ പറഞ്ഞു വരുന്നത് ഈ മൃഗങ്ങളെക്കുറിച്ച്? ജെയിംസ് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ മൈക്കിളിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ബ്രോ, ഈ കാടിൻ്റെ ആഴങ്ങളിൽ ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യർക്ക് ഇപ്പോഴും ലോകത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും നാം എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ ജീവൻ എവിടേക്ക് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ശാസ്ത്രീയമായി സിദ്ധാന്തങ്ങൾ മാത്രമേ ഉള്ളൂ.
മതങ്ങളിലും വിശ്വാസങ്ങളും ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ജ്ഞാനമുള്ളത് ഈ മൃഗങ്ങൾക്കാണ്. അവർക്കത് കാണാനും കേൾക്കാനും സാധിക്കും. പ്രകൃതിയിലുള്ള ഈ ജ്ഞാനം ഒരിക്കലും മനുഷ്യർക്ക് ലഭിക്കില്ല. ഇത് കേട്ട് അല്പനേരം ചിന്തിച്ചിരുന്ന ജെയിംസ് മൈക്കിളിനോട് പറഞ്ഞു, എൻ്റെ മൈക്കിളെ, താൻ ഈ പറഞ്ഞതൊക്കെ എനിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പക്ഷെ അതേസമയം ഈ കാര്യങ്ങളൊക്കെ തനിക്ക് എവിടെ നിന്ന് മനസ്സിലായി എന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഈ കാട്ടിലെ മൃഗങ്ങളും താനും തമ്മിലുള്ള ആത്മബന്ധം ഞാൻ കണ്ടതാണ്. ഒരുപക്ഷെ താൻ പറഞ്ഞതാവും ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യം. വേറൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനുഷ്യർ നമ്മുടെ പരിമിതമായ ഇന്ദ്രിയജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉത്തരങ്ങളെല്ലാം ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുചിരിയോടെ മൈക്കിൾ പറഞ്ഞു, താനീ പറഞ്ഞതൊക്കെ എനിക്കൊരു പുതിയ വെളിപാടാണ്. പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ലടോ. ജെയിംസ് ആത്മാർത്ഥമായിട്ട് തൻ്റെ ഉള്ളിലെ ചിന്ത മൈക്കിളിനോട് തുറന്നു പറഞ്ഞു. പുതിയ സത്യങ്ങളെ ഉൾക്കൊള്ളാനല്ലെങ്കിലും നമ്മുടെ മനുഷ്യർക്ക് വലിയ പ്രയാസമാണോ. എന്തായാലും നാട്ടിൽ ചെന്ന് താൻ ഇതൊന്നും ആരോടും പറയണ്ട. തനിക്ക് മുഴുത്ത വട്ടാണെന്നേ ആളുകൾ പറയുള്ളൂ. മൈക്കിൾ ചിരിച്ചുകൊണ്ട് ജെയിംസിനോട് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ലേ? ജെയിംസ് ചിരിച്ചുകൊണ്ട് മൈക്കിളിൻ്റെ വശത്തേക്ക് നോക്കി പറഞ്ഞു. ഇത് കേട്ടതും മൈക്കിളും ഉറക്കെ ചിരിച്ചു. ജെയിംസിന്റെ ചെറിയ കാർ ചെടികൾ തട്ടിയും കുഴികളിലും കല്ലുകളുടെ മുകളിലൂടെയും കയറിയിറങ്ങിയും മുൻപിലേക്ക് സാവധാനം നീങ്ങിക്കൊണ്ടേയിരുന്നു. അല്പദൂരം ചെന്നപ്പോൾ വലിയൊരു കയറ്റം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വലിയൊരു കുന്നാണ് മുമ്പിൽ. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ കയറ്റം കണ്ടതോടെ ജെയിംസിന്റെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസവും പ്രത്യാശയും കൂടെ ഇല്ലാതെയായി. ഈ ചെറിയ കാറിന് ആ കുന്ന് കയറി പോകാൻ സാധിക്കുമെന്ന് ജെയിംസിന് തോന്നിയില്ല. മൈക്കിളെ, വീണ്ടും നമ്മൾ പെട്ടല്ലോ. ആ കയറ്റം ഈ കാർ കയറത്തില്ല. അങ്ങനെ നെഗറ്റീവ് ആകാതെ ബ്രോ, നമ്മളത് ട്രൈ ചെയ്തില്ലല്ലോ. ട്രൈ ചെയ്ത് തലയും കുത്തി മറിഞ്ഞാലല്ലേ തനിക്ക് ബോധ്യമാവുകയുള്ളൂ. അല്പം ദേഷ്യത്തോടെ ജെയിംസ് ചോദിച്ചു. വേറെ എന്ത് വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത്? മുൻപിലുള്ള വഴി പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ലല്ലോ ബ്രോ, അല്പം പ്രയാസമാണെന്നല്ലേ ഉള്ളൂ. മൈക്കിളെ, ഈ കുത്തുകയറ്റവും വഴിയുടെ അവസ്ഥയും കണ്ടിട്ട് ഈ കൊച്ചു കാർ കയറി പോകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഈ കാർ ഫ്രണ്ട് വീലാണ് ബ്രോ, ഭാരവും കുറവാണ്. നമ്മൾ രണ്ടുപേര് മാത്രമേ വണ്ടിയിലുള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്ക്. എടോ, ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയാണ്, അല്ലാതെ 4 വീൽ ഡ്രൈവ് അല്ല. ഈ കാർ ഈ കയറ്റം കയറത്തില്ല, ജെയിംസ് വളരെ ഉറപ്പോടെ പറഞ്ഞു. ജെയിംസ് ബ്രോ, എനിക്കും ഈ കാറിൻ്റെ പരിമിതി അറിയാം. പക്ഷെ അതിലുപരിയായി ഒരു കാര്യം കൂടി അറിയാം. ഈ കുന്ന് കയറി ഇറങ്ങിയാൽ ഒരു പ്രയാസവും കൂടാതെ നമുക്ക് കാടിന് പുറത്തിറങ്ങാൻ സാധിക്കും. മൈക്കിളെ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ജെയിംസ് പ്രത്യാശ നഷ്ടപ്പെട്ടവനെ പോലെ മൈക്കിളിനോട് പറഞ്ഞു. ഇവിടം വരെ വന്ന് തോറ്റു പിന്മാറാനല്ല ബ്രോ നമ്മൾ പോകുന്നത്. ധൈര്യമായി ഫുൾ പവർ കൊടുത്ത് വണ്ടി മുൻപിലേക്ക് എടുക്ക്. നമ്മളൊന്ന് ട്രൈ ചെയ്യാം. ജെയിംസിന് ആത്മവിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് മൈക്കിൾ പറഞ്ഞു. ജെയിംസ് ഒരു നിമിഷം കണ്ണടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണു തുറന്നതിന് ശേഷം രണ്ടും കൽപ്പിച്ച് ആത്മധൈര്യത്തോടെ കാർ ഫസ്റ്റ് ഗിയറിലേക്കിട്ട് മുൻപിലേക്ക് ചടുലമായി ഓടിക്കാൻ തുടങ്ങി. കാർ വഴിയിലെ കല്ലുകളിലും കുഴികളിലും കുലുങ്ങിയും ചാടിയും മുൻപിലേക്ക് കുതിച്ച് കയറ്റം കയറാൻ തുടങ്ങി. ജെയിംസ് കാറിനെ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ട് ആ എഞ്ചിൻ്റെ പരമാവധി ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. സ്റ്റിയറിംഗ് ഇടത്തോട്ടും വലത്തോട്ടും ആവശ്യാനുസരണം തിരിച്ചുകൊണ്ട് കാറിനെ നിയന്ത്രിച്ചു നിർത്തുവാൻ ജെയിംസ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. ആ കുന്നിൻ്റെ ഏകദേശം മധ്യഭാഗത്തോളം എത്തിയപ്പോഴേക്കും ആ ചെറിയ എഞ്ചിൻ്റെ ശക്തിയുടെ പരിധി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഇരുവരെയും പരിഭ്രാന്തിയിൽ ആഴ്ത്തിക്കൊണ്ട് ആ കാറിൻ്റെ എഞ്ചിൻ പൂർണ്ണമായി നിലച്ചു. ജെയിംസ് പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ കാലമർത്തി പിടിച്ചു. പക്ഷെ ഒരു പ്രയോജനവുമില്ലായിരുന്നു. കാർ പുറകിലേക്ക് നിരങ്ങി നീങ്ങാൻ തുടങ്ങി. ഏത് നിമിഷവും അത് നിയന്ത്രണം വിട്ട് പുറകിലേക്ക് പോയി ഇടിച്ചു മറിയുകയോ അല്ലെങ്കിൽ ഇടതുവശത്തുള്ള കൊക്കയിലേക്ക് മറിയുകയോ ചെയ്യുമെന്ന് ഉറപ്പായി. ഞാൻ പറഞ്ഞില്ലേ കയറത്തില്ല എന്ന്. ഇപ്പോൾ കൈവിട്ടു പോയല്ലോ മൈക്കിളെ. നമ്മൾ തലകുത്തനെ മറിയാൻ പോവുകയാണ്. എൻ്റെ ദൈവമേ, രക്ഷിക്കണേ. ജെയിംസ് പരിഭ്രാന്തിയോട് ഉറക്കെ പറഞ്ഞു. മൈക്കിൾ ഒന്നും മിണ്ടാതെ ശാന്തമായി ഇരിക്കുകയാണ്. ജെയിംസ് കാറിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ എല്ലാ പ്രയത്നങ്ങളും വിഫലമാക്കിക്കൊണ്ട് കാറ് കൂടുതൽ വേഗത്തിൽ പുറകിലേക്ക് നിരങ്ങി തന്നെ നീങ്ങിക്കൊണ്ടേയിരുന്നു. അനിവാര്യമായ ദുരന്തം പ്രതീക്ഷിച്ചുകൊണ്ട് ജെയിംസ് കണ്ണുകൾ മുറുക്കിയടച്ചു. ദൈവമേ, രക്ഷിക്കണേ എന്ന് വീണ്ടും ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാറിൻ്റെ പുറകിലേക്ക് ചലനം നിലച്ചു. ആരോ പിടിച്ചു നിർത്തിയതുപോലെ. അതിനുശേഷം കാർ ചെറുതായിട്ട് മുൻപിലേക്ക് നീങ്ങുന്നത് പോലെ ജെയിംസിന് തോന്നി. ജെയിംസ് പെട്ടെന്ന് തിരിഞ്ഞ് പുറകിലെ ഗ്ലാസിൽ കൂടി പിന്നിലേക്ക് നോക്കി. കാറിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ചുവന്ന പ്രകാശത്തിൽ കണ്ട കാഴ്ച ജെയിംസിനെ അമ്പരപ്പിച്ചു കളഞ്ഞു. ഒരു കൊമ്പനാന കാറിൻ്റെ പുറകിൽ നിന്ന് അവരുടെ കാറിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വളരെ പതുക്കെ ആ കൊമ്പൻ അവരുടെ കാറിനെ മുൻപിലേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്നുണ്ട്. മൈക്കിളെ, ആന, കൊമ്പനാന! ജെയിംസ് ആശ്വാസവും അത്ഭുതവും ഇടകലർന്ന സ്വരത്തിൽ മൈക്കിളിനോട് ഉറക്കെ പറഞ്ഞു. മൈക്കിൾ ഒരു ചിരിയോടെ ജെയിംസിനോട് പറഞ്ഞു. അതേ ജെയിംസ് ബ്രോ, നമ്മുടെ പഴയ കൊമ്പൻ തന്നെ. കാട്ടിനുള്ളിലൂടെ അവൻ നമ്മെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഞാൻ ആ മരത്തിൻ്റെ മുമ്പിൽ വെച്ച് മറ്റു മൃഗങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും ആ ഇരുളിൻ്റെ മറവിൽ അവനുണ്ടായിരുന്നു. ഈ വഴിയിലേക്ക് നമ്മൾ കയറിയപ്പോഴും അവൻ നമുക്ക് കാവലായി നമ്മളെ പിന്തുടർന്നുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ജെയിംസ് ആശ്ചര്യത്തോടെ മൈക്കിൾ പറഞ്ഞത് കേട്ടുകൊണ്ട് കാറിൻ്റെ ബ്രേക്കിൽ നിന്നും കാലെടുത്തു. ആ കൊമ്പനാന കാറിനെ തള്ളുന്നതിനനുസരിച്ച് കാറിൻ്റെ ചക്രങ്ങൾ മുമ്പിലേക്ക് ഉരുളാൻ തുടങ്ങി. അവരുടെ കാർ എഞ്ചിൻ്റെ പോലും ആവശ്യമില്ലാതെ പതുക്കെ പതുക്കെ ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു.
ബ്രോ, തൻ്റെ കാറിൽ ഇപ്പോൾ ഹോഴ്സ് പവറിന് പകരം എലിഫന്റ് പവറാണല്ലോ, മൈക്കിൾ ചിരിച്ചുകൊണ്ട് ജെയിംസിനോട് പറഞ്ഞു. ഇത് കേട്ട് ജെയിംസും ആശ്വാസത്തോടെ മനസ്സറിഞ്ഞ് ചിരിച്ചു. അല്പസമയത്തിനകം കാർ ആ കുന്നിൻ്റെ മുകളിലെത്തി. മുൻപിലുള്ള ചലനം നിന്നു. ജെയിംസ് തിരിഞ്ഞു നോക്കി. കാറിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ആ കൊമ്പൻ തിരികെ കുന്നിറങ്ങി പോകുന്ന കാഴ്ചയാണ് ജെയിംസ് കണ്ടത്. മൈക്കിളെ, ആ കൊമ്പൻ തിരികെ പോകുന്നു. ജെയിംസ് മൈക്കിളിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പോയിക്കോട്ടെ ബ്രോ. അവൻ്റെ ഉത്തരവാദിത്തം അവൻ ഭംഗിയായി ചെയ്തു. അവനറിയാം ഇനി അവൻ്റെ സഹായം നമുക്ക് വേണ്ടി വരില്ല എന്ന്. മൈക്കിൾ ശാന്തമായ സ്വരത്തിൽ ജെയിംസിനോട് പറഞ്ഞു. ജെയിംസ് കാർ സ്റ്റാർട്ട് ചെയ്ത് ആ കുന്നിൻ്റെ മുകളിൽ നിന്നും സാവധാനം കുന്നിറങ്ങി നിരപ്പുള്ള വഴിയിലെത്തി. അവിടെ നിന്നും അല്പം കൂടി മുൻപിലേക്ക് പുല്ലും ചെടികളും വളച്ചും ഒടിച്ചും കാറ് നീങ്ങിയപ്പോൾ മുമ്പിൽ അവരുടെ പഴയ വഴി കാണാൻ സാധിച്ചു. അവിടെ നിന്നും വലത്തേക്ക് തിരിച്ച് ജെയിംസ് മുൻപിലേക്ക് ഓടിക്കാൻ തുടങ്ങി. ബ്രോ, ഇവിടെ നിന്നും അല്പം കൂടി മുൻപിലേക്ക് പോയാൽ മെയിൻ റോഡാണ്. അവിടെ നിന്നും വലത് തിരിഞ്ഞു പോയാൽ തനിക്ക് വീട്ടിലെത്താം, മൈക്കിൾ ജെയിംസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അവസാനം നമ്മൾ കാട് കടന്നുവല്ലേ, ജെയിംസ് ആശ്വാസത്തോടെ പറഞ്ഞു. ബ്രോ, കാറൊന്ന് നിർത്താമോ, മൈക്കിൾ പെട്ടെന്ന് ചോദിച്ചു. ഇത് കേട്ട് ജെയിംസ് സാവധാനം കാർ നിർത്തിക്കൊണ്ട് ചോദിച്ചു. എന്താ മൈക്കിൾ, എന്താ ഇവിടെ നിർത്തുന്നത്? എനിക്കിറങ്ങാനുള്ള സ്ഥലമായി, ഇവിടെ നിന്നും പോയിക്കൊള്ളാം. ഇവിടെയോ? ഇവിടെ നിന്ന് എവിടെ പോകാൻ? തൻ്റെ വീട് എവിടെയാ? മെയിൻ റോഡിൽ എവിടെയെങ്കിലും തന്നെ ഞാൻ ഇറക്കാം, ജെയിംസ് അത്ഭുതത്തോടെയും കരുതലോടെയും പറഞ്ഞു. വേണ്ട ബ്രോ, മെയിൻ റോഡിലേക്ക് ഞാൻ വന്നാൽ ശരിയാകൂല. എന്നെ ഇവിടെ വിട്ടാൽ മതി. താൻ എത്രയും വേഗം വീട്ടിലെത്താൻ നോക്ക്. അന്നമോളോടും ഭാര്യയോടും എന്നെക്കുറിച്ച് പറയണം. അവർ താൻ പറയുന്ന കഥയൊന്നും വിശ്വസിക്കുകയില്ല, എന്നാലും ചുമ്മാ പറഞ്ഞു നോക്ക്, ചിരിച്ചുകൊണ്ട് മൈക്കിൾ ജെയിംസിനോട് പറഞ്ഞു. മൈക്കിളെ, കഥയൊക്കെ ഞാൻ പറഞ്ഞോളാം, പക്ഷേ ഈ കാടിനടുത്ത് എവിടെയാ തൻ്റെ വീട്? താൻ ചുമ്മാ പറയുക. ഞാൻ പറഞ്ഞില്ല ബ്രോ, ഈ കാട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ വീട്. താൻ കണ്ടില്ലേ, ഈ മൃഗങ്ങളെല്ലാമുള്ള ഒരു വലിയ കുടുംബം. ഇത്രയും പറഞ്ഞിട്ട് മൈക്കിൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഇത് കണ്ട് ജെയിംസും പെട്ടെന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങി. മൈക്കിൾ കാറിൻ്റെ പിൻഭാഗത്ത് നീങ്ങി നിന്നിരുന്നു. കാറിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ ജെയിംസ് മൈക്കിളിനെ കണ്ടു. ജെയിംസിനെ നോക്കിക്കൊണ്ട് മൈക്കിൾ പറഞ്ഞു. ബ്രോ, എന്നെ മറക്കത്തില്ലല്ലോ അല്ലേ? എന്നെ മറന്നാലും ഈ കാടിനെ മറക്കരുത്, ഈ കാട്ടിലെ മൃഗങ്ങളെ മറക്കരുത്. ഈ കാട് മൃഗങ്ങളുടെ അവകാശമാണ്, അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. ഇത് പറഞ്ഞിട്ട് മൈക്കിൾ തിരിഞ്ഞ് കാട്ടിലേക്കുള്ള വഴിയിൽ നടക്കാൻ തുടങ്ങി. ജെയിംസ് പെട്ടെന്ന് മൈക്കിളിനോട് ചോദിച്ചു. മൈക്കിളെ, താൻ ആ റിസോർട്ടിനെതിരെ നിവേദനം കൊടുത്തിട്ട് എന്ത് ഫലമുണ്ടായി എന്നാ പറഞ്ഞത്? അതുകൂടി പറഞ്ഞിട്ട് പോകും. മൈക്കിൾ അപ്പോഴേക്കും കുറച്ചകലെ എത്തിയിരുന്നു. മൈക്കിളിൻ്റെ രൂപം ആ ചുവന്ന പ്രകാശത്തിൽ നിന്നും കാടിൻ്റെ അന്ധകാരത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരുന്നു. പെട്ടെന്ന് മൈക്കിളിൻ്റെ ശബ്ദം ഒരു പ്രാവശ്യം കൂടി ജെയിംസ് കേട്ടു. കാടിൻ്റെ ആഴങ്ങളിൽ ഞാൻ നടക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനം കേൾക്കാൻ. ആ വാക്കുകൾ കാടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു അശരീരിയായി ജെയിംസിൻ്റെ കാതുകളിലെത്തി. ജെയിംസ് ആ ഇരുളിലേക്ക് തന്നെ അല്പസമയം കൂടി നോക്കി നിന്നുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചു. എന്തൊരു മനുഷ്യനാണവൻ! അസാധാരണമായ കഴിവുകളും അതിലേറെ നിഗൂഢതകളും നിറഞ്ഞൊരു മനുഷ്യൻ. ഒരെത്തും പിടിയും തരാതെ പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ജെയിംസ് കാറിൻ്റെ ഡോർ തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു. ഇനി അല്പം കൂടി മുൻപിലേക്ക് പോയാൽ മെയിൻ റോഡാണ്. ജെയിംസ് കാർ സ്റ്റാർട്ട് ചെയ്ത് മുൻപിലേക്ക് ഓടിച്ചു. അല്പദൂരം ചെന്നപ്പോൾ ജെയിംസിന് മുമ്പിൽ ചെക്ക് പോസ്റ്റ് കാണാൻ സാധിച്ചു. അവിടെയും വീപ്പകൾ വെച്ച് അടച്ചിരിക്കുകയാണ്. ആ ചെക്ക് പോസ്റ്റിന് മുമ്പിൽ തന്നെയാണ് മെയിൻ റോഡ്. ഇടതുവശത്തായി ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസാണ്. അവിടെ ആരെയും കണ്ടില്ല. ഈ ആശ്വാസത്തിൽ വണ്ടി നിർത്തി പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മെയിൻ റോഡിനോട് ചേർന്ന് ഇടതുവശത്ത് ഒരു വെള്ള നിറമുള്ള പോലീസ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് ജെയിംസ് കണ്ടത്. അതുമാത്രമല്ല, ജെയിംസിൻ്റെ കാറിൻ്റെ വെളിച്ചം കണ്ട് അതിൽ നിന്ന് 3 പോലീസുകാർ തിടുക്കത്തിലിറങ്ങി അവൻ്റെ കാറിന് നേരെ ഓടി വരികയും ചെയ്തു. ദൈവമേ, നൈറ്റ് പെട്രോളിംഗ് ചെയ്യുന്ന പോലീസുകാരാണ്. ഞാൻ ഈ കാട്ടുവഴിയിൽ കൂടി എങ്ങനെ ഇവിടെ എത്തിയെന്നത് എങ്ങനെയാണ് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക? ഞാൻ പെട്ടത് തന്നെ. ജെയിംസ് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വീണ്ടും തനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ദൗർഭാഗ്യത്തെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. ആ പോലീസുകാർ ചെക്ക് പോസ്റ്റ് കടന്ന് ജെയിംസിൻ്റെ കാറിൻ്റെ അരിയിലേക്ക് ഓടിയെത്തി. നീയൊക്കെ ഏത് പാതാളത്തിൽ കൂടിയാണ് ഇറങ്ങി വന്നത്? ഈ വഴിയിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങടാ. ഓടി വന്ന പോലീസുകാരിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന് തോന്നിക്കുന്ന ആൾ ജെയിംസിൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചുകൊണ്ട് ആക്രോശിച്ചു. ജെയിംസ് പെട്ടെന്ന് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഡോറിനോട് ചേർന്ന് ഇരുളിൽ നിന്ന ജെയിംസിനെ പോലീസുകാർ അടിമുടിയൊന്ന് നോക്കി. ഒരു പോലീസുകാരൻ കാറിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ടോർച്ചടിച്ച് നോക്കി. ഇങ്ങോട്ട് മാറി നിൽക്കടാ. നെറ്റിയുടെ ഇരുവശങ്ങളിലേക്കും കഷണ്ടി കയറിയതുകൊണ്ട് പറ്റ വെട്ടി നിർത്തിയിരിക്കുന്ന മുടിയും കട്ട മീശയുമുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കാറിൻ്റെ മുൻപിലേക്ക് ചൂണ്ടിക്കൊണ്ട് ജെയിംസിനോട് ആജ്ഞാപിച്ചു. ജെയിംസ് കാറിൻ്റെ മുൻപിലേക്ക് നീങ്ങി നിന്നു. നല്ല പൊക്കവും ഒത്ത ശരീരവുമുള്ള ഒരു പോലീസുകാരനും നീളം കുറവും അല്പം കുടവയറുമുള്ള വേറൊരു പോലീസുകാരനും ജെയിംസിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പേര് രഘുരാമൻ, ഞാൻ മറയൂരിലെ SI ആണ്. സാറിൻ്റെ പേരെന്താണാവോ? ആ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജെയിംസിനോട് ആക്ഷേപ സ്വരത്തിൽ ചോദിച്ചു. സാർ, എൻ്റെ പേര് ജെയിംസ്, ഞാനൊരു നഴ്സാണ്. ഞാൻ പൊള്ളാച്ചിയിൽ നിന്നും വരുന്ന വഴിയാണ്. ജെയിംസ് ബഹുമാനം നിറഞ്ഞ സ്വരത്തോടെ മറുപടി പറഞ്ഞു. ജെയിംസ് മോനെ, പൊള്ളാച്ചിയിൽ നിന്നും വരുന്ന നീ ആ മെയിൻ റോഡിൽ കൂടിയല്ലേ വരേണ്ടത്? കാടിനുള്ളിൽ കൂടിയുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഈ അസമയത്ത് നീ എങ്ങനെ ഈ വഴിയിലെത്തി?
എസ് ഐ രഘുരാമൻ ജെയിംസിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സാറേ, മെയിൻ റോഡ് അടച്ചതുകൊണ്ടാണ് ഞാൻ ഈ വഴി കൂടെ വന്നത്. ജെയിംസ് അല്പം സ്വരം താഴ്ത്തി പറഞ്ഞു. ഇത് കേട്ട ഉച്ചസ്ഥായിലുള്ള സ്വരത്തിൽ എസ് ഐ രഘുരാമൻ ജെയിംസിനോട് പറഞ്ഞു. നിന്നെപ്പോലെയുള്ള പൊട്ടന്മാരറിയാതെ പോലും കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാ ഈ വീപ്പയെല്ലാം കൂടി ഉരുട്ടി റോഡിന്റെ രണ്ടറ്റത്തും വച്ചത്. പിന്നെ നീ എവിടെ കൂടി ഈ റൂട്ടിലേക്ക് കയറിയത്? സാറേ, ചിന്നാർ ചെക്ക് പോസ്റ്റ് അടച്ചതുകൊണ്ടാണ് ഞാൻ ആ വഴിയിലേക്ക് കയറിയത്. വീപ്പകൾ ഞാൻ ഉരുട്ടി മാറ്റിയിരുന്നു. വീട്ടിലെത്താൻ അത്യാവശ്യമുള്ളതുകൊണ്ട് ചെയ്തു പോയതാ. കുറ്റസമ്മതം നടത്തുന്നത് പോലെ ജെയിംസ് മറുപടി പറഞ്ഞു. എടാ, നീ എന്നെ പൊട്ടൻ കളിപ്പിക്കുവാണോ? ഒരു വലിയ മരം വീണ് വഴി അടഞ്ഞു കിടക്കുന്ന ഈ റോഡിൽ കൂടി നീ എങ്ങനെയാടാ ചിന്നാർന്ന് ഇവിടം വരെ എത്തിയത്? ദൈവമേ, ഞാൻ കുടുങ്ങിയല്ലോ. എന്ത് പറഞ്ഞ ഈ സാറിനെ ഞാൻ വിശ്വസിപ്പിക്കുക? എന്തായാലും കുറച്ച് സത്യം തന്നെ പറയാം, ജെയിംസ് മനസ്സിൽ ചിന്തിച്ചു. സാറേ, ആ മരം വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞ് ഞാൻ കാട്ടിനുള്ളിലെ ഒരു പഴയ വഴിയിലൂടെ ഇവിടെ വരെ എത്തി. ഏത്? ആ കുന്ന് കയറി ഇറങ്ങുന്ന വഴിയോ? എസ് ഐ രഘുരാമൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അതെ സാറേ, ഒരു കുന്ന് കയറി ഇറങ്ങിയായിരുന്നു. ജെയിംസ് വളരെ നിഷ്കളങ്കതയോടെ മറുപടി പറഞ്ഞു. ഇത് കേട്ട് എസ് ഐ രഘുരാമൻ രണ്ടടി പുറകോട്ട് മാറി നിന്ന് ജെയിംസിന്റെ ചെറിയ കാറിനെ ആകമാനം ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും ഉച്ചസ്ഥായിലുള്ള ശബ്ദത്തിൽ ചോദിച്ചു. എടാ, നീ വീണ്ടും എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? നിന്റെ ഈ വണ്ടി ഒരു ആൾട്ടോയല്ലേ, അല്ലാതെ ജീപ്പൊന്നുമല്ലല്ലോ. ഹനുമാൻ ഗിയർ വെച്ച വണ്ടി കൊണ്ട് പോലും ആ കുന്ന് കയറി ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോഴാണ് നിന്റെ ഈ ഊപ്പ കാറും കൊണ്ട് വന്നിട്ട് ഈ കഥ എന്നോട് പറയുന്നത്. ജെയിംസ് മോനെ, ആകപ്പാടെ വള്ളിക്കെട്ടാണല്ലോ നിന്റെ കാര്യം. ദൈവമേ, ഞാൻ പിന്നെയും കുടുങ്ങി. ഇനി ആ മൈക്കിളിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ അതിനേക്കാളും വള്ളിക്കെട്ടാവും എൻ്റെ കാര്യം. തൽക്കാലം അവൻ്റെ കാര്യം ഇപ്പോൾ ഇവരോട് പറയണ്ട, ജെയിംസ് മനസ്സിൽ നിശ്ചയിച്ചു. എന്തായാലും നീ സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് പോയാൽ മതി. എസ് ഐ രഘുരാമൻ വളരെ ആധികാരികമായ സ്വരത്തിൽ ജെയിംസിനോട് പറഞ്ഞു. അയ്യോ സാറേ, എനിക്ക് വീട്ടിൽ പോകണം. ഭാര്യയും കൊച്ചും തനിച്ചാണ്. എന്നെ പോകാൻ അനുവദിക്കും സാറേ, ജെയിംസ് അപേക്ഷയുടെ സ്വരത്തിൽ പറഞ്ഞു. ഭാര്യയും കൊച്ചും ഉണ്ടായിട്ടാണോടാ നീ അസമയത്ത് ഈ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്? നീ സ്റ്റേഷനിൽ വന്നിട്ട് പോയാൽ മതി, എസ് ഐ രഘുരാമൻ വളരെ കർക്കശമായി ജെയിംസിനോട് പറഞ്ഞു. ഇതിനകം തന്നെ ഈ കാട്ടിൽ ഓരോരുത്തന്മാരെ കൊണ്ട് വലിയ ശല്യമായിട്ടിരിക്കുക. അതിനിടയ്ക്ക് ഇങ്ങനൊരുത്തൻ ഈ കാട്ടിൽ നിന്ന് തന്നെ വന്നു ചാടുന്നത്, എസ് ഐ രഘുരാമൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. ലത്തീഫേ, നീ എൻ്റെ വണ്ടി എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവാ. ഏറ്റു സാറേ, വണ്ടി ഞാൻ എത്തിച്ചേക്കാം. ആ കൂട്ടത്തിൽ പൊക്കം കുറഞ്ഞ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജെയിംസിന്റെ കാറിന്റെ ഡോർ തുറന്ന് ഉള്ളിൽ കയറി. സാബുമോനെ, നീ ഇവനെയും കൊണ്ട് ജീപ്പിൽ കയറിക്കോ. ജീപ്പ് ഞാനെടുക്കാം. ഇന്നത്തേക്ക് ഇത്രയും മതി, എസ് ഐ രഘുരാമൻ പൊക്കമുള്ള പോലീസുകാരനോട് പറഞ്ഞു. വന്ന് ജീപ്പിൽ കയറടാ, സാബുമോൻ ജെയിംസിനോട് ആജ്ഞാപിച്ചുകൊണ്ട് കയ്യിൽ കയറി പിടിച്ചു. ജെയിംസ് പോലീസ് ജീപ്പിന് നേരെ നടക്കാൻ തുടങ്ങി. എസ് ഐ രഘുരാമൻ വീപ്പകൾ ഉരുട്ടി മാറ്റിയിട്ട് ചെക്ക് പോസ്റ്റ് ഉയർത്തി നിർത്തി. ഈ സമയം ലത്തീഫ് ജെയിംസിന്റെ കാറെടുത്ത് ചെക്ക് പോസ്റ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് കയറി വലത് തിരിഞ്ഞ് ഓടിച്ചുപോയി. പെട്ടെന്നാണ് ജെയിംസിന്റെ ഫോൺ അവന്റെ പോക്കറ്റിലിരുന്ന് റിങ് ചെയ്യാൻ തുടങ്ങിയത്. ജെയിംസിന്റെ ഫോൺ എടുത്ത് നോക്കി. സ്റ്റെഫിയാണ് വിളിക്കുന്നത്. സാർ, എൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തോട്ടെ, ജെയിംസ് എസ് ഐ രഘുരാമനോട് അപേക്ഷിച്ചു. എടുത്ത് സംസാരിക്കണോ? എന്നിട്ട് പെട്ടെന്ന് വന്ന് ജീപ്പിൽ കയറ്, എസ് ഐ രഘുരാമൻ അക്ഷമയോടെ പറഞ്ഞു. ഹലോ സ്റ്റെഫി, ജെയിംസ് ഫോണിൽ പറഞ്ഞു. ഇച്ചായനിത് എവിടെയാ? എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആവലാതി നിറഞ്ഞ സ്വരത്തോടെ സ്റ്റെഫി ജെയിംസിനോട് ചോദിച്ചു. എടി, അതാ കാടിൻ്റെ ഉള്ളിലായിരുന്നത് കൊണ്ടാവും വിളിച്ചിട്ട് കിട്ടാഞ്ഞത്. കാടിൻ്റെ ഉള്ളിലോ? ഇച്ചായൻ കാട് കടന്നു എന്നല്ലേ മുൻപ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്? സ്റ്റെഫി ആശങ്കയോട് ചോദിച്ചു. ഓ ദൈവമേ, ചിന്തിക്കാതെയാണ് ഞാൻ അവളോട് സത്യം പറഞ്ഞു പോയത്. ഇനി എന്തായാലും കുറച്ചൊക്കെ സത്യം തന്നെ പറയാം, അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകത്തേ ഉള്ളൂ, ജെയിംസ് മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് സ്റ്റെഫിയോട് പറഞ്ഞു. എടി, അതെന്താന്ന് വെച്ചാ ഒരു മരം മുറിഞ്ഞ് വഴി അടഞ്ഞിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ചുറ്റി വളഞ്ഞാൽ വരേണ്ടി വന്നത്. അതുകൊണ്ടാ ഇപ്പോൾ ഞാൻ മെയിൻ റോഡിലാ. ഇവിടെ പോലീസുണ്ട്. ഞാൻ ഇവരുടെ കൂടെ സ്റ്റേഷൻ വരെ പോയിച്ചും വരാം. പോലീസോ? ഇച്ചായനെ അതിനിടയ്ക്ക് പോലീസും പിടിച്ചോ? എന്താ പ്രശ്നം ഇച്ചായ? എടി, പ്രശ്നമൊന്നുമില്ല. രാത്രിയിൽ അസമയത്ത് ഇതിലേ വന്നതുകൊണ്ടാ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ ഞാൻ നിന്നെ വിളിക്കാം. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എടോ, മതി മതി, വന്ന് ജീപ്പിൽ കയറ്, സാബുമോൻ ജെയിംസിനോട് പറഞ്ഞു. എടി, എന്നാൽ ഞാൻ വച്ചേക്കുവാ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ വിളിക്കാം. ഇത് പറഞ്ഞിട്ട് ജെയിംസ് ഫോൺ കട്ട് ചെയ്തു. സാബുമോൻ ജെയിംസിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ജീപ്പിന്റെ അടുക്കിലെത്തി. അതൊരു ബൊലേറോ ആയിരുന്നു. രണ്ടുപേരും ആ വാഹനത്തിന്റെ മധ്യനിരയിലുള്ള സീറ്റിൽ കയറിയിരുന്നു. എസ് ഐ രഘുരാമൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മറയൂർ ലക്ഷ്യമാക്കി ഓടിച്ചു തുടങ്ങി. എടാ, നീ ആ ചിന്നാറ് ഭാഗത്ത് നിന്നും തന്നെയാണോ ആ കാട്ടുവഴിയിലൂടെ വന്നത്? അതോ വല്ല തരികിട പരിപാടിയായിട്ട് കാടിൻ്റെ ഉള്ളിൽ കയറിയതാണോ? എസ് ഐ രഘുരാമൻ ധാരാളം വളവുകളും തിരിവുകളുമുള്ള ആ മെയിൻ റോഡിൽ കൂടി പോലീസിന്റെ വെള്ള ബെലോറോ വാഹനം ഓടിച്ചുകൊണ്ട് ജെയിംസിനോട് ചോദിച്ചു. അല്ല സാറേ, ഞാൻ പൊള്ളാച്ചിയിൽ ഒരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാ. മൂന്നാറിൽ എൻ്റെ വീട്. ഞാൻ വീട്ടിലേക്ക് പോവുകയാ. ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് ഗാർഡിനെ ആരെയും കണ്ടില്ല. രാത്രിയിൽ തന്നെ വീട്ടിലെത്തേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ആ വഴി കയറി വന്നത്. വേറെ ഒരു പരിപാടിയും എനിക്കില്ല സാറേ, ജെയിംസ് കഴിവതും വിശ്വസനീയമായ രീതിയിൽ മറുപടി പറഞ്ഞു. ജെയിംസേ, നീ കാണിച്ചത് ഒന്നാമത് നിയമലംഘനമാണ്, രണ്ടാമത് വലിയ മണ്ടത്തരമാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നിന്റെ ആ ചെറിയ കാറും കൊണ്ട് നീ എങ്ങനെ ഈ രാത്രിയിൽ ആ വഴി കൂടെ ഇപ്പുറം എത്തിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അല്പം ഗൗരവത്തോടെ എസ് ഐ രഘുരാമൻ ജെയിംസിനോട് ചോദിച്ചു. സാറേ, ആവശ്യത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാ. ഭാര്യയും കൊച്ചും വീട്ടിൽ തനിയായതുകൊണ്ടാ മുന്നും പിന്നും നോക്കാതെ ഞാൻ ആ വഴിയിലോട്ട് വണ്ടി ഓടിച്ചു കയറിയത്. ഞാൻ 1-2 പ്രാവശ്യം പകൽ സമയം ആ വഴി കൂടെ പോയിട്ടുണ്ട് സാറേ. അതുകൊണ്ടാണ് ഇരുട്ടാണെങ്കിലും ഒരു വിധത്തിൽ ആ വഴി കൂടെ ഇപ്പുറം കടന്നത്. സത്യവും കള്ളവുമെല്ലാം ഇടകലർത്തിക്കൊണ്ട് ജെയിംസ് മറുപടി പറഞ്ഞു. എടാ സാബുമോനെ, ഈ ജെയിംസ് മോൻ പറഞ്ഞതൊക്കെ തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എസ് ഐ രഘുരാമൻ ഇടതുവശത്തേക്ക് തലതിരിച്ചുകൊണ്ട് സാബുമോനോട് ചോദിച്ചു. ഓ അയ്യോ ഇല്ല സാറേ, ആനയും കടുവയും ഒക്കെയുള്ള കാടാ. ഇപ്പോഴാണേ അവറ്റകൾ ഇര പിടിക്കാൻ ഇറങ്ങുന്ന സമയവും. അതുകൊണ്ടല്ലേ നമ്മൾ മനുഷ്യർ കയറാതെ വഴി അടക്കുന്നത്. ഇവനീ പറഞ്ഞതുപോലെ ഒന്നും ആ കാട് കടന്നു വരാൻ പറ്റത്തില്ല സാറേ. സാബുമോൻ വളരെ ബോധ്യത്തോടെ മറുപടി പറഞ്ഞു. അതാ ജെയിംസെ ഞാൻ ചോദിച്ചത്, നീ എങ്ങനെയാ ജീവനോടെ ആ കാട് കടന്നത്? എസ് ഐ രഘുരാമൻ ജെയിംസിനോട് വീണ്ടും ചോദിച്ചു. സാറേ, മണ്ടത്തരമാ ഞാൻ കാണിച്ചത്. കാട്ടിൽ കയറി കുറച്ചു ദൂരം ചെന്നപ്പം എനിക്കത് മനസ്സിലായിരുന്നു. പക്ഷെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ശക്തിയോ കാവൽ മാലാഖമാരുടെ സംരക്ഷണമോ ഒക്കെ കൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ഏതൊക്കെയോ വഴിയിലൂടെ ഇങ്ങ് കറങ്ങിയെത്തി സാറേ. ജെയിംസ് ആത്മാർത്ഥത നിറഞ്ഞ സ്വരത്തോടെ മറുപടി പറഞ്ഞു. കാട്ടിൽ വെച്ചൊരു മനുഷ്യനെ കണ്ട കാര്യവും കാട്ടിൽ കൂടെ അവരൊരുമിച്ച് നടത്തിയ യാത്രയും ഒന്നും ഈ പോലീസുകാരോട് പറയണമെന്ന് ജെയിംസിന് തോന്നിയില്ല. അതോടെ നീ കാണിച്ച മണ്ടത്തരത്തിന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത്. പക്ഷെ ജെയിംസേ, വനം വകുപ്പിൻ്റെ നിയമങ്ങളാണ് നീ ലംഘിച്ചത്. കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ നീ ജയിലിൽ കിടക്കേണ്ടി വരും. എസ് ഐ രഘുരാമൻ വളരെ ഗൗരവത്തോടെ തന്നെ ജെയിംസിനോട് പറഞ്ഞു. സാറേ, ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സാഹസം കാണിക്കുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ഞാൻ ചെയ്യത്തില്ല. എൻ്റെ ഭാര്യയും മക്കളും മാത്രമേ വീട്ടിലുള്ളൂ സാറേ. ഇപ്രാവശ്യത്തേക്ക് എന്നെ വെറുതെ വിടണം. ജെയിംസ് കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. വോട്ട് സാറേ, പാവമാണെന്ന് തോന്നുന്നു. സാബുമോൻ പെട്ടെന്ന് എസ് ഐ രഘുരാമനോട് പറഞ്ഞു. എടോ, ആ കാടിൻ്റെ അകത്ത് ഓരോരുത്തന്മാർ കാണിച്ചു കൂട്ടുന്ന അക്രമമൊക്കെ താനും കണ്ടതല്ലേ? അവനെയൊക്കെ പിടിക്കാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എസ് ഐ രഘുരാമൻ അമർഷത്തോടെ സാബുവിനോട് പറഞ്ഞു. സാറേ, ഇവനെ കണ്ടിട്ട് അവന്മാരുടെ കൂട്ടത്തിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാ, സാബുമോൻ മറുപടി പറഞ്ഞു. ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് എസ് ഐ രഘുരാമൻ സാബുമോനോട് പറഞ്ഞു. എന്തായാലും കേസൊന്നും വേണ്ട. സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവൻ്റെ ID വാങ്ങിയിട്ട് പേരും വിലാസവും ഒക്കെ എഴുതി മേടിക്കുക. വളരെ നന്ദി സാറേ, വലിയ ഉപകാരം. ജെയിംസ് പെട്ടെന്ന് എസ് ഐ രഘുരാമനോട് ആശ്വാസ സ്വരത്തോടെ പറഞ്ഞു. നന്ദിയൊന്നും വേണ്ട. നീ സ്റ്റേഷനിൽ ഒരു 500 രൂപ ഫൈൻ അടയ്ക്കണം. ചെയ്ത മണ്ടത്തരത്തിനെങ്കിലും ശിക്ഷ തരേണ്ടേ നിനക്ക്. 500 രൂപ ഞാൻ അടച്ചോളാം സാറേ, ജെയിംസ് പറഞ്ഞു. ഈ സമയം കൊണ്ട് ജെയിംസ് സഞ്ചരിക്കുന്ന പോലീസ് വാഹനം മറയൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഇലക്ട്രിക് ലൈറ്റുകൾ കൊണ്ട് നല്ല പ്രകാശമുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ. ആ വെളിച്ചത്തിൽ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതിയിട്ടുള്ള ചുവപ്പും നീലയും നിറമുള്ള ബോർഡ് വെച്ച ഒരു ഇരുനില കെട്ടിടം ജെയിംസ് കണ്ടു. എസ് ഐ രഘുരാമൻ വാഹനം ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ജെയിംസിനെയും കൊണ്ട് സാബുമോനും വാഹനത്തിന് പുറത്തിറങ്ങി. ആ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ഒരു കൊടിമരം നിന്നിരുന്നു. വൃത്താകൃതിയിലുള്ള പടികൾക്ക് മുകളിലായിരുന്നു ആ കൊടിമരം ഉറപ്പിച്ചിരുന്നത്. അതിന് വലതുവശത്തായി കൃത്രിമമായി ഉണ്ടാക്കിയ വെള്ളം നിറഞ്ഞ ഒരു ചെറിയ കുളമുണ്ടായിരുന്നു. അതിൽ നിറയെ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. ആ കൃത്രിമ കുളത്തിന് അരികിലായി തൻ്റെ ആൾട്ടോ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ജെയിംസ് കണ്ടു. വാടോ, അകത്തേക്ക് പോകാം, ജെയിംസിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാബുമോൻ പറഞ്ഞു. സാബുമോൻ്റെ ഒപ്പം ജെയിംസ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ മുറിയിൽ വലതുവശത്ത് ലത്തീഫ് മേശയുടെ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ലത്തീഫ് ഇവൻ്റെ കാറിൻ്റെ കീ എവിടെ വെച്ചു? സാബുമോൻ ലത്തീഫിനെ നോക്കി ചോദിച്ചു. അത് ഞാൻ രഘുരാമൻ സാറിൻ്റെ കയ്യിൽ കൊടുത്തു. ലത്തീഫ് തലയുയർത്തി സാബുമോനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സാർ എങ്ങോട്ടാ പോയത്? സാബുമോൻ വീണ്ടും ചോദിച്ചു. സാറിൻ്റെ ഓഫീസ് റൂമിലുണ്ട്. സാബുമോൻ നടന്ന് തൻ്റെ മേശയുടെ അടുത്തെത്തി മേശക്കുള്ളിൽ നിന്നും ഒരു വെള്ളക്കടലാസ് എടുത്തുകൊണ്ട് ജെയിംസിനോട് പറഞ്ഞു. എടോ, തൻ്റെ കയ്യിലുള്ള ID പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ എടുത്തു കാണിക്കുക. എന്നിട്ട് ഈ കടലാസിൽ തൻ്റെ പേരും വിലാസവും കൃത്യമായിട്ട് എഴുതിത്താ. ജെയിംസ് അവൻ്റെ പേഴ്സിൽ നിന്നും തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുറത്തെടുത്ത് സാബുമോന് കൊടുത്തു. അതിനുശേഷം ആ വെള്ള പേപ്പറിൽ തൻ്റെ പേരും മേൽവിലാസവും എഴുതി തിരികെ നൽകി. ഇനി ഒരു 500 രൂപ ഫൈൻ അടയ്ക്കണം. സാബുമോൻ ജെയിംസിനോട് പറഞ്ഞു. ഒറ്റ മിനിറ്റ് സാറേ, ഇപ്പോൾ തന്നെ തരാം. ഇത് പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ ജെയിംസ് തൻ്റെ പേഴ്സ് വീണ്ടും എടുത്ത് അതിൽ നിന്നും ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് സാബുമോൻ്റെ നേരെ നീട്ടി. അത് വാങ്ങിയിട്ട് അപ്പോൾ തന്നെ സാബുമോൻ ഒരു രസീത് എഴുതി ജെയിംസിന് നൽകി. ഇനി ആ റൂമിൽ പോയി സാറിനെ കണ്ട് വണ്ടിയുടെ താക്കോൽ വാങ്ങിയിട്ട് പോയിക്കോ. സാബുമോൻ ഇടതുവശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ജെയിംസിനോട് പറഞ്ഞു. ശരി സാറേ. ജെയിംസ് വലതുവശത്തേക്ക് തിരിഞ്ഞ് മുൻപിലേക്ക് നടന്ന് എസ് ഐയുടെ മുറിയുടെ മുമ്പിൽ ചെന്ന് കഥയിൽ മുട്ടി. കയറി വാടോ. മുറിയിൽ നിന്നും എസ് ഐ രഘുരാമൻ്റെ ശബ്ദം ജെയിംസ് കേട്ടു. ജെയിംസ് മുറി തുറന്ന് അകത്ത് കയറി. ഭംഗിയായിട്ട് അടുക്കിപ്പെറുക്കി വെച്ചിട്ടുള്ള ഒരു മേശയുടെ പുറകിൽ എസ് ഐ രഘുരാമൻ ഇരിക്കുന്നു. നീ വിവരങ്ങളെല്ലാം എഴുതി കൊടുത്തോ? എസ് ഐ രഘുരാമൻ ജെയിംസിനോട് ചോദിച്ചു. കൊടുത്തു സാറേ, 500 രൂപ ഫൈനും അടച്ചു, ജെയിംസ് ഭവ്യതയോടെ നിന്ന് പറഞ്ഞു. ശരി, ഇനി ഇതുപോലെ നിയമം ലംഘിച്ച് മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. നിന്റെ കാറിൻ്റെ കീ ആ ബോർഡിൽ തൂക്കിയിട്ടിട്ടുണ്ട്, എടുത്തിട്ട് പോയിക്കോ. ഇടതുവശത്തെ ഭിത്തിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് എസ് ഐ രഘുരാമൻ ജെയിംസിനോട് പറഞ്ഞു. ജെയിംസ് കൈ കൂപ്പിക്കൊണ്ട് എസ് ഐ രഘുരാമനോട് പറഞ്ഞു. താങ്ക് യു സാർ. അതിനുശേഷം ജെയിംസ് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഭിത്തിയിലേക്ക് നോക്കി.
അവിടെ ഒരു നോട്ടീസ് ബോർഡുണ്ട്. അതിൻ്റെ വലത്തേ അറ്റത്ത് അവൻ്റെ കാറിൻ്റെ താക്കോൽ ബോർഡിൽ കുത്തിവെച്ചിരിക്കുന്ന ഒരു ആണിയിൽ തൂക്കിയിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി മുൻപിലേക്ക് നടന്നപ്പോഴാണ് ജെയിംസ് ഒരാളുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ കണ്ടത്. ഒരു ഞെട്ടലോടെ അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മൈക്കിളിൻ്റെ ഫോട്ടോ. പ്രസന്നമായ മുഖത്തോടെ പുഞ്ചിരിക്കുന്ന മൈക്കിളിൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ. സാർ, ഇതാണ് ഈ ഫോട്ടോയിൽ? ജെയിംസ് ജിജ്ഞാസയോടെ SI രഘുരാമനോട് ചോദിച്ചു. ആ ഫോട്ടോയിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കിയിട്ട് ജെയിംസിനോട് SI രഘുരാമൻ പറഞ്ഞു, ഓ അതൊരു മിസ്സിംഗ് കേസിൻ്റെ ഫോട്ടോയാ. കുറച്ച് ദിവസമായി അതിവിടെ കുത്തിവെച്ചിട്ട്. ഒരു സാമൂഹിക പ്രവർത്തകൻ കാടിൻ്റെ അടുത്ത് ഏതൊരു റിസോർട്ട് പണിയുന്നവർക്കെതിരെ അവനൊരു നിവേദനം കൊടുത്തു. പിന്നെ അവനെ കാണാനില്ലെന്നും പറഞ്ഞ് അവൻ്റെ അപ്പം കൊണ്ടുവന്ന കേസായത്. എന്നാ നീ കണ്ടിട്ടുണ്ടോ ഇവനെ? ഇല്ല സാറേ, എനിക്കറിയില്ല. ഫോട്ടോ കണ്ടതുകൊണ്ട് ചുമ്മാ ചോദിച്ചതാ. ഈ ഫോട്ടോയിലുള്ള ആളെ കാടിനുള്ളിൽ കണ്ടുമുട്ടിയ കാര്യം പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ ജെയിംസ് ആഗ്രഹിച്ചില്ല. അല്പം കൂടി മുൻപിലേക്ക് നീങ്ങി ജെയിംസ് തൻ്റെ കാറിൻ്റെ താക്കോൽ കയ്യിലെടുത്തു. ഈ കേസ് എന്തായി സാറേ? ഇയാളെ കണ്ടുകിട്ടിയോ? വളരെ സ്വാഭാവികമായ രീതിയിൽ ജെയിംസ് വീണ്ടും ചോദിച്ചു. എടാ, ഇവൻ ആർക്കെതിരെയാണ് നിവേദനം കൊടുത്തതെന്ന് നിനക്കറിയോ? ഈ പ്രദേശത്തെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ മരുമോൻ്റെ കമ്പനിക്കെതിരെ. അവന്മാരെല്ലാം കൂടി അവനെ തട്ടിക്കൊണ്ടുപോയി പഞ്ഞിക്കിട്ടു. സാറേ, പഞ്ഞിക്കിട്ടെന്ന് പറഞ്ഞാൽ? ജെയിംസ് താൻ കേട്ടത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ചോദിച്ചു. ഇത് കേട്ട് അല്പം ഉയർന്ന ശബ്ദത്തിൽ SI രഘുരാമൻ ജെയിംസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എടാ, നീയൊക്കെ ഈ നാട്ടിലാണോടാ ജീവിക്കുന്നത്? ഈ കേരളത്തിൽ പഞ്ഞിക്കിട്ടെന്ന് പറഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, തല്ലിക്കൊന്നെന്ന്. അവന്മാരെല്ലാം കൂടി പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ അവനെ തല്ലിക്കൊന്നത്. നീ ഇറങ്ങി വന്ന ആ കാട്ടുവഴിയില്ലേ, അവിടെ നിന്ന് 3 ദിവസം മുമ്പ് അവൻ്റെ ശവം കിട്ടിയത്. ഇന്നലെ അവൻ്റെ ശവമടക്കമായിരുന്നു. ഇത് കേട്ട് ജെയിംസ് അല്പസമയത്തേക്ക് സ്തംഭിച്ച് നിന്നുപോയി. അവൻ്റെ തല തൊട്ട് കാലുവരെ ഒരു മിന്നൽ കടന്നു പോകുന്നത് പോലെ അവന് തോന്നി. അപ്പോൾ എൻ്റെ കൂടെ കാറിൽ കയറിയ മൈക്കിൾ ശരിക്കും? ബാക്കി ചിന്തിക്കാനുള്ള ശക്തി അവനില്ലായിരുന്നു. പെട്ടെന്ന് ജെയിംസ് ആ മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. SI രഘുരാമൻ എന്തോ ജെയിംസിനോട് വിളിച്ചു പറഞ്ഞു. അതൊന്നും കേൾക്കാനോ ഗ്രഹിക്കാനോ ഉള്ള മാനസികാവസ്ഥ ജെയിംസിനില്ലായിരുന്നു. തൻ്റെ ഇടതും വലതും ഇരിക്കുന്ന ലത്തീഫിനെയും സാബുമോനെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ജെയിംസ് നേരെ നടന്ന് പോലീസ് സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. അവിടെ നിന്നും അവൻ്റെ കാറിൻ്റെ അരികിലെത്തി. കാറിൻ്റെ ഡോറ് തുറന്ന് ഉള്ളിൽ കയറിയിരുന്നു. ജെയിംസ് ഇടതുവശത്തേക്ക് തിരിഞ്ഞു. മൈക്കിൾ ഇരുന്ന സീറ്റിലേക്ക് നോക്കി കാടിൻ്റെ ഉള്ളിൽ കൂടി മൈക്കിളിനോടൊപ്പമുള്ള യാത്ര ഓർക്കുവാൻ തുടങ്ങി. അപ്പോൾ ആ മൃഗങ്ങളെല്ലാം ജീവനുള്ള മൈക്കിളിനെ അല്ല കണ്ടത്, 3 ദിവസം മുമ്പ് മരിച്ച മൈക്കിളിൻ്റെ ആത്മാവിനെയാണ്. അപ്പം ഞാനും അത്രയും നേരം കണ്ടതും സംസാരിച്ചതും മൈക്കിളിൻ്റെ ആത്മാവിനോടായിരുന്നു. ഒരു വിറയലോടെ ജെയിംസ് മനസ്സിൽ ചിന്തിച്ചു. അതോ ഭയത്തോടെ കാടിൻ്റെ ഉള്ളിൽ കയറി എൻ്റെ ഉപബോധ മനസ്സുണ്ടാക്കിയെടുത്ത ഒരു സൃഷ്ടിയാണോ മൈക്കിളും ആ മൃഗങ്ങളുമെല്ലാം? അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ ആ അസാധ്യമായ കാട്ടുവഴിയിൽ കൂടി എൻ്റെ ചെറിയ കാറിൽ കാടിനിപ്പുറത്തെത്തി? ജെയിംസിൻ്റെ യുക്തിക്കിപ്പോൾ തൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിച്ചില്ല. ഒരുപക്ഷെ മൈക്കിൾ എൻ്റെ കൂടെ കാറിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ കൊമ്പനാനയുടെ മുമ്പിൽ തന്നെ എൻ്റെ ജീവിതം തീർന്നേനെ. ജെയിംസിൻ്റെ മനസ്സ് ആ ചിന്തയിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. അല്പനേരത്തിന് ശേഷം ജെയിംസ് കാർ സ്റ്റാർട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങി വീട് ലക്ഷ്യമാക്കി ഓടിക്കാൻ തുടങ്ങി. അല്പദൂരം ചെന്നതിന് ശേഷം അവൻ കാർ റോഡിൻ്റെ ഓരം ചേർത്ത് നിർത്തി. ഫോൺ എടുത്ത് സ്റ്റെഫിയുടെ നമ്പറിലേക്ക് വിളിച്ചു. കോള് കണക്റ്റായി. ഹലോ ഇച്ചാ, ഇതെന്താ ഇത്ര നേരമായിട്ടും വിളിക്കാഞ്ഞേ? ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സ്റ്റെഫി വേവലാതിയോടെ പറഞ്ഞു, എടി ഞാൻ പറഞ്ഞില്ലേ, പോലീസ് സ്റ്റേഷൻ വരെ പോയി പേരും അഡ്രസ്സും ഒന്ന് എഴുതി കൊടുക്കണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ മറയൂരിൽ നിന്നും പുറപ്പെടുക, നീ പേടിക്കണ്ട. ഇച്ചായൻ ഇപ്പോഴും മറയൂരിൽ എത്തിയതേ ഉള്ളൂ? അപ്പോൾ ഇത്രയും രാത്രി സമയത്താണ് ഇച്ചായൻ കാട്ടിക്കൂടി ചുറ്റി വളഞ്ഞു വന്നത്? ഇച്ചായന് പേടിയൊന്നും തോന്നിയില്ലേ? ഇല്ലടി, കാടിൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഒരു കാവൽമാലാക, മീഖായൽ. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുകയല്ല, എന്നാലും ഞാൻ പറയാം. ഇച്ചായൻ ഇത് എന്തുവാ ഈ പറയുന്നത്? മീഖായൽ മാലാക ഇച്ചായൻ്റെ കൂടെ കാറിൽ ഉണ്ടായിരുന്നെന്നോ? എന്തായാലും ആദ്യം ഇച്ചായൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ വാ, എന്നിട്ട് പറയാം കഥയൊക്കെ. ഓക്കെ മോളെ, ഇച്ചായൻ ഇനി പെട്ടെന്ന് അങ്ങ് എത്തിയേക്കാം. ശരി, വച്ചേക്കുവാ. ഫോൺ കട്ട് ചെയ്ത ശേഷം ജെയിംസ് ഒരു പുഞ്ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്ത് തൻ്റെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. എങ്ങനെയുണ്ട് കഥ? സൂപ്പറായിരുന്നില്ലേ? എന്തായാലും പുതിയ കഥയുമായി വരുന്നത് വരെ കാത്തിരിക്കുക. ലവ് യു ഓൾ, ബൈ.